മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആഴങ്ങളിൽ മനസ്സ് പറയുകയാണ് ഇന്ന്. നമുക്കെല്ലാവർക്കും പരിചിതരായിട്ടുള്ള രണ്ട് അതിഥികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പരിചയപ്പെടുത്താൻ തുടങ്ങിയാൽ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും അദ്ദേഹത്തെ നമ്മുടെ മുന്നിലുള്ളത് ക്രിസ് വേണുഗോപാൽ, അയിലൂർ വേണുഗോപാൽ കൃഷ്ണൻ, ദിവ്യ ശ്രീധർ. കുറച്ചും കൂടി ഇപ്പൊ മാറ്റി പറയുകയാണെങ്കിൽ ദിവ്യ കൃഷ്ണൻ എന്ന് പറയട്ടെ. ഇല്ല, അതിലൊരു കാര്യമുണ്ട്. കല്യാണം കഴിയുന്നതിന് മുന്നേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ദിവ്യ ശ്രീധർ ആയിരിക്കണം. ആ ഇൻഡിവിജ്വാലിറ്റി കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ജീവിതത്തിൽ വന്നതുകൊണ്ട് പേരും ജീവിതവും എല്ലാം മാറ്റിവെക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഷീ ഹാസ് ടു ബി ഹെർസെൽഫ്. നല്ല ആറ്റിറ്റ്യൂഡാണ്. എന്റെ പേരിൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ പേരിന്റെ സർനെയിം ഒന്നും മാറ്റുകയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ചോദിക്കും, ഞാൻ പറയും എന്റെ സർനെയിം അപ്പോഴും മേനനായിരുന്നു, പിന്നെയും അങ്ങനെ ആയിപ്പോയി, അല്ലാതെ ഞാനായിട്ട് മാറ്റില്ല എന്ന് പറഞ്ഞു. കറക്റ്റ് ഒരു ഇത്രയും ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭർത്താവാണെന്നുള്ള കാര്യം ആദ്യം തന്നെ ഞാൻ പറയട്ടെ കേട്ടോ. ഞാൻ ചോദിച്ചു, ഞാൻ ചുമ്മാ എഴുതുമ്പോ കൂടി എന്റെ അടുത്ത് പറയുന്നത് അവിടെ അച്ഛന്റെ പേരിട്ടാ മതി. അതൊരു അത് ആ ചോദിച്ചു എന്നുള്ളത് ദിവ്യയുടെ മനസ്സിലെ നന്മയും സന്തോഷവും. അങ്ങനെ ഒരു ഉത്തരം ക്രിസ് പറഞ്ഞു എന്നുള്ളത് ക്രിസിന്റെ മനസ്സിന്റെ വലിപ്പം. ഫെമിനിസം ഒരു മെയിൽ ഷോവനിസം അങ്ങനെയുള്ള ഇതിലെ കാറ്റഗറിയിൽ മാറ്റുന്നതിന് പകരം ഇൻഡിവിജ്വാലിറ്റി എന്നുള്ള ഒരു കാര്യം. അതായത് ഇത്രയും കാലം ഇൻഡസ്ട്രി അറിഞ്ഞിരുന്ന ദിവ്യ ശ്രീധർ സഡൻ ആയിട്ട് ഒരു ദിവസം ദിവ്യ ക്രിസ് ആവേണ്ട ആവശ്യമില്ല. ദിവ്യ ശ്രീധറായിട്ട് തന്നെ വേണം. നമുക്ക് ക്രിസിന്റെയും ദിവ്യയുടെയും കഥകളിലേക്ക് കടക്കുമ്പോൾ സാധാരണ കഴിഞ്ഞ ഒരു വർഷം, ഇപ്പൊ എനിക്ക് തോന്നുന്നു 1 വർഷം തികഞ്ഞു അല്ലെ നിങ്ങൾ വിവാഹിതരായിട്ട്? ആനിവേഴ്സറി ഇന്നലെ ആയിരുന്നോ? 30-ാം തീയതി ആയിരുന്നു. എനിക്കൊരു ചെറിയ ഓർമ്മയെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ വിവാഹിതരായ സമയത്ത് സോഷ്യൽ മീഡിയ നിങ്ങളെ ഒരുപാട് എന്താ പറയാ കല്ലേറും തന്നു, പൂമാലകളും തന്നിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു കോൺട്രവേഴ്സി എലമെന്റിലേക്കൊന്നും പോകാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതൊരു ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ഒരാളുടെ പ്രൈവറ്റ് ജീവിതത്തിൽ ഒരു വ്യക്തി ഒരാളെ കല്യാണം കഴിക്കുന്നത് വളരെ ആലോചിച്ചായിരിക്കും. പ്രത്യേകിച്ചും ക്രിസ്റ്റിനെ പോലെ ഒരാളെ ഒരു പാർട്ട്ണറെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ പുള്ളി അവർ പ്രത്യേകിച്ചും വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കുള്ളൂ. ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യയെ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കൊളീഗായിട്ടും കൂടി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ദിവ്യ കടന്നു വന്ന വഴികൾ എത്രത്തോളം സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കുറേയൊക്കെ എനിക്കറിയാം, മുഴുവൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ രണ്ടുപേരും എടുത്തു എന്ന് കേട്ടപ്പോൾ നമുക്കൊക്കെ ഒരു വലിയ സന്തോഷമായി. ഇത് ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ പ്രേക്ഷകർ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ ഒരു രസത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന സ്വഭാവക്കാരായിട്ടുള്ളവർ ഉണ്ടാവാം, ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അവർ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, പല വാക്കുകളും ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് അവരെ നോവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരത് എടുക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ശരിയല്ലേ ക്രിസ്? ഇതില് നമ്മൾ പൊതുവെ വീട്ടിലൊക്കെ സംസാരം ഉണ്ടാവുമ്പോൾ ആരെങ്കിലൊക്കെ പറയും, അവൻ പണക്കാരനായത് എങ്ങനെയാണെന്നറിയാം, അവൻ റോഡിൽ നിൽക്കുമ്പോൾ വഴിയിൽ നിന്ന് ഒരു പെട്ടി കിട്ടി, ആ പെട്ടിക്കകത്ത് മുഴുവനും ഗോൾഡ് ബിസ്ക്കറ്റ് ആയിരുന്നു, അവൻ ഓവർനൈറ്റ് അവൻ പണക്കാരൻ. അപ്പൊ ഞാൻ ചോദിക്കാറുള്ളത്, നിങ്ങൾ റോഡിൽ പോയി നിൽക്കൂ, എവിടെയാണോ ഈ പെട്ടി വീഴുന്നത് അവിടെ പോയി നിൽക്കൂ, എന്നിട്ടായി കാണിക്കൂ. കാരണം there is a story of struggle between that. ഈ പെട്ടി കിട്ടി എന്ന് പറയുന്ന ആൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയില്ല. അപ്പൊ പച്ചയ്ക്ക് പറയും അവൻ കള്ളക്കടത്തി, എന്നാ ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്കും. അപ്പൊ അതേപോലെ ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളത് എന്റെ വ്യക്തി ജീവിതം ആൾക്കാർക്ക് കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നതിന് മുന്നേ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ദിവ്യയോട് ആരും ചോദിച്ചില്ല കല്യാണം കഴിച്ച ഒരു ജീവിതം തരാന്ന്? എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ പറയാൻ ധൈര്യമില്ലാത്തവരെ കമന്റ് ചെയ്തിട്ട് എനിക്ക് ഐ ഡോണ്ട് റിയലി തിങ്ക് ദാറ്റ് ഐ ഷുഡ് ഈവൻ ലുക്ക് അറ്റ് ദം. കാരണം അവർക്ക് മലയാളികൾ പൊതുവെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അയ്യോ 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 എന്നൊക്കെ പറയും. പക്ഷെ അവർക്കൊരു നല്ലത് വന്നു കഴിഞ്ഞാൽ ഒരു സ്കെപ്റ്റിക്കൽ ആയിട്ടാണ് പിന്നെ അതിനെ കാണുന്നത്. ഡയലോഗ് മാറുന്നില്ല. ഇതിപ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കല്യാണത്തിന് മുന്നേ കാമുകയും കാമുകനും പപ്പി എന്ന് വിളിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ആ പട്ടി എന്ന് വിളിക്കുന്നത് ഒന്ന് തന്നെയാണ്. കാരണം മൃഗം മാറുന്നില്ല. അതേപോലെ വിഷമം വന്നു കഴിഞ്ഞാൽ അയ്യോ അയ്യോ എന്ന് പറയുന്നത് നന്നായി കഴിഞ്ഞാൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ അതേ വേർഡ് തന്നെ ആർക്കും സഹിക്കാൻ പറ്റില്ല. അതെ, ക്രിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ പല ഇന്റർവ്യൂവിൽ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് ക്രിസ്റ്റിനെ പേഴ്സണലായിട്ട് കഴിഞ്ഞ ഒരു 20-ലേറെ വർഷക്കാലമായിട്ട് മോർ ദാൻ 25 years എന്ന് വേണമെങ്കിൽ അറിയാം. ക്രിസ് എന്താ പറയാ, അന്ന് ലോ കഴിഞ്ഞിട്ടാണോ റേഡിയോക്ക് പോകുന്നതിന് മുന്നെയാണ്, ദുബായിലേക്ക് റേഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ക്രിസ് എഞ്ചിനീയറിംഗും
ഒരു PGDPM മാത്രം കഴിഞ്ഞ സമയത്തുള്ള ക്രിസിനെയാണ് എൻ്റെ ഓർമ്മ. ആ ഓർമ്മയിലുള്ള ക്രിസിന് അതിമനോഹരമായിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും തമിഴും ഒക്കെ നന്നായി ഉപയോഗിക്കുന്ന നല്ല അവതാരകൻ. അതുപോലെ തന്നെ വോയിസ് കോച്ച് അല്ലേ, വോയിസ് കോച്ചിങ് ചെയ്തിരുന്നു. അതിനുശേഷം ഹിപ്നോതെറാപ്പി പഠിച്ചില്ലേ അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിപ്നോതെറാപ്പിസ്റ്റായി. പിന്നീട് ലോ പഠിച്ച് ലിറ്റിഗേഷൻ, അതായത് നിയമജ്ഞനായി, വക്കീലായി. നിയമജ്ഞനും വക്കീലും രണ്ടാണ്. വക്കീൽ പ്രൊഫഷനും ചെയ്തു. ഇങ്ങനെ പല മേഖലകളിൽ ക്രിസ് എൻഗേജ്ഡ് ആയിരുന്നു. ദിവ്യയ്ക്ക് അറിയാമായിരിക്കും ഇതൊക്കെ, പക്ഷെ പ്രേക്ഷകർക്ക് പലർക്കും ഇത് അറിയില്ലായിരിക്കാം. ക്രിസിനെ പെട്ടെന്ന് ഇപ്പൊ എല്ലാവരും കാണുമ്പോൾ ഇന്ന സീരിയലിൽ അഭിനയിക്കുന്നയാൾ, ഇന്ന കാര്യത്തിൽ മോഡൽ ചെയ്ത ആള് എന്ന് മാത്രമായിരിക്കും പറയാം. പക്ഷെ ക്രിസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ എഴുതി ചേർക്കാനായിട്ടുള്ള ഡിഗ്രികളുടെയും അതുപോലെ തന്നെ ടാലന്റുകളുടെയും സ്കില്ലുകളുടെയും ഒരു നീണ്ട നിരയുണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. ഒരു ഡിഫറൻസും കൂടെ ആഡ് ചെയ്യാം. ഡിഫറൻസോ? കാരണം ആർക്ക് വേണമെങ്കിലും ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കേഷനോ ഡിപ്ലോമയോ എല്ലാം എഴുതിയെടുക്കാം. അതൊന്നും വലിയ കാര്യമല്ല. അതും എസ്പെഷ്യലി ഈ കാലത്ത് AI ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കിട്ടാവുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പഠിക്കുന്നതോ അത് പ്രയോഗിക്കുന്നതോ അതെല്ലാം ഒരു വ്യക്തിയുടെ ആഗ്രഹം. എനിക്ക് ഇപ്പോഴും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു, ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കള് മുത്തും ദേവയും അവര് ഞാൻ നല്ല അച്ഛനാണെന്ന് എപ്പോൾ പറയുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡിഗ്രി. കുഞ്ഞുമോക്ക് ഞാൻ എപ്പോഴാണോ നല്ലൊരു ഹസ്ബൻഡ് ആവുന്നത്, കുഞ്ഞുമോൾ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് സംസാരിക്കാൻ എനിക്ക് പേടി തോന്നുന്നു. ആ പേടി എന്ന് മാറുന്നു അന്ന് ഞാൻ നല്ലവനായി. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രിക്ക് പഠിച്ചാലും നമുക്ക് കിട്ടില്ല. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അങ്ങനെ ഒരു കോഴ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ റെഡിയാണ്. ക്രിസ് പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ ക്രിസിന്റെ പൊൻതൂവലുകളാണ് ഇതൊക്കെ. പക്ഷെ അതിലപ്പുറത്തേക്ക് ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് നല്ല ഭർത്താവുക, നല്ല അച്ഛനാവുക, ആത്യന്തികമായിട്ട് നല്ല മനുഷ്യനാവുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലുതെന്നാണ് ക്രിസ് പറഞ്ഞത്. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ കുഞ്ഞുമോളുടെ അടുത്ത് ഒരു കാര്യം പറയണ്ടായി. നമ്മൾ നല്ല കാര്യങ്ങൾ 20 ദിവസം ഓർമ്മ നിൽക്കും, വിഷമങ്ങൾ 20 വർഷം ഓർമ്മ നിൽക്കും. അപ്പൊ എല്ലാ 20 ദിവസവും എന്തെങ്കിലും നല്ലത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നാലേ 20 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ വിഷമങ്ങൾ മാറി എൻ്റെ ലൈഫിൽ നല്ലതുണ്ടായിന്നേ തോന്നുള്ളൂ. അപ്പൊ ഈ 20 ദിവസത്തിൽ ഒരു പുതിയൊരു സർപ്രൈസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് ടെനുവസ്. പക്ഷെ അത്രയും ആഗ്രഹങ്ങൾ കുഞ്ഞുമോൾക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഈ ദിവ്യ എന്ന് പറയുന്ന ക്രിസിന്റെ കുഞ്ഞുമോളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ദിവ്യ ഒരു എന്താ പറയാ, ഞാൻ അറിഞ്ഞിടത്തോളം ദിവ്യ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള, എന്താ പറയാ, ജീവിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തെത്തി, കണ്ണൂരുകാരിയാണ്, തിരുവനന്തപുരത്തെത്തി 2 കുഞ്ഞുങ്ങളെയും വളർത്തി ഉത്തരവാദിത്തമുള്ളൊരു അമ്മയായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിച്ച ഒരാളാണ്. പക്ഷെ വളരെ ഇന്നസെൻ്റാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, സെറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഞാനൊരു കാര്യം പറയട്ടോ, സെറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ദിവ്യ സംസാരിക്കുമ്പോൾ തന്നെ ദിവ്യ എല്ലാവരോടും ആ ഒരു റെസ്പെക്റ്റിലാണ്. എവിടെയോ ദിവ്യയ്ക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായി, അയ്യോ എനിക്ക് ഇവരുടെ അത്രയും ഉള്ള ഒരു ഇന്റലിജൻസ് ഇല്ലേ, അല്ലെങ്കിൽ ഇവരെ പോലെ ഇല്ലേ ദിവ്യ, സത്യമല്ലേ ഞാൻ പറയണേ? അങ്ങനെ ഒരു തോന്നൽ കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് ഞാൻ 50 എപ്പിസോഡ് കഴിഞ്ഞ സീരിയലിൽ ഞാൻ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ ദിവ്യ കല്യാണം കഴിക്കുന്നത് കാണുന്ന നമ്മളെല്ലാവരും ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും അത്ഭുതത്തോടെ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട കഥ എനിക്ക് ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് ഈ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ തീരുമാനം എടുത്തല്ലോ, ഇത്രയും ഇന്റലിജന്റും ഔട്ട് ഗോയിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അയ്യോ ഞാൻ ഇയാൾക്ക് എങ്ങനെയായിരിക്കും ചേരുക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ദിവ്യക്ക്. അതൊന്ന് പറയോ? അതല്ല, ഞാന് അതിന് മുന്നേ ഞാൻ പല സെറ്റിലും ഞാൻ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞ് എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് മെച്ചുവേർഡായിട്ട് അല്ലെങ്കിൽ എന്താണ് കുറച്ച് നമ്മളെ ഏച്ചിക്ക് ഇപ്പൊ എന്നെ അറിയാം, സെറ്റിൽ ഉണ്ടാവുന്ന ഞാൻ എങ്ങനെ ആയിരുന്നു അറിയാം. ഒരു എന്താണ് ഒന്ന് രാത്രി ആവുമ്പോൾ എങ്ങനെ വീട്ടിലെത്തിപ്പെടാം എന്നറിയുന്ന. എനിക്ക് ഓർമ്മയുണ്ട് ദിവ്യ, എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള മനസ്സിനക്കരെ എന്ന് പറയുന്ന സീരിയൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല ഇന്റർവ്യൂ ചെയ്തവര്. ദിവ്യ വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞാല് ദിവ്യ ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആവും. എന്താ വെച്ചാല് ദിവ്യയുടെ മകൻ സ്കൂളിൽ നിന്ന് വരും. അന്ന് അവന് എത്ര വയസ്സാണ്? 5 വയസ്സ് അല്ലെ, 4 or 5 വയസ്സ്.
അത്രേ ഉള്ളൂ, 4-5 വയസ്സ്. അപ്പോൾ ആ മോൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ വിശന്ന് വീട് തുറന്നു കയറണം. 4 വയസ്സുള്ള കുട്ടിയാന്ന് ഓർക്കണേ. ഒരു വീടിന്റെ അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നതെന്ന്, ശരിയല്ലേ? മോള് പഠിക്കാൻ പോവാ. അപ്പൊ വീട്ടിൽ വന്ന് കേറിയിട്ട് അവൻ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് രാവിലെ ദിവ്യ പോരുമ്പോ എടുത്തു വെച്ച ഭക്ഷണം അവൻ കഴിച്ച് അവനെ കാത്തിരിക്കുകയാണ് അവിടെ. അമ്മ ഇപ്പൊ വരും. ഇപ്പൊ ഒരു 2 മണിക്കൂർ കൂടുമ്പോ അവന്റെ ഫോൺ വരും, അല്ലെ? ഓർമ്മയുണ്ട്. അമ്മ ഇറങ്ങിയോ, അമ്മ വന്നോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിൽ ദിവ്യ നിൽക്കുമ്പോ ചിലപ്പോ ആ ഷോട്ട് എന്ന് പറയുന്നത് വേറൊരു തരം എന്തെങ്കിലും ചിലപ്പോൾ റഫായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ മൂഡ് അങ്ങനെയുള്ള മൂഡിൽ നിൽക്കുന്നതായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ദിവ്യയുടെ കണ്ണ് നിറയുന്നതും തിരിഞ്ഞു നിന്ന് കണ്ണ് നിറയുന്നതും ഇത് സ്വിച്ച് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ദിവ്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിവ്യ ഇത്രയും സ്ട്രെങ്ത്തിൽ ഇങ്ങനെ പുറത്തോട്ട് വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്, അല്ലെ ദിവ്യ? ദിവ്യ ഇത് പറയുമ്പോ തന്നെ കണ്ണു നിറയുന്നത് ദിവ്യക്ക്. അത് പറയുന്നത് അതാ ഞാൻ പറയാം, എന്നെ അറിയുന്നവർക്കേ അറിയുള്ളൂ, എന്റെ അവസ്ഥ അറിയുന്നവർക്ക്. പറഞ്ഞുണ്ടാക്കാൻ പലർക്കും പലതും പറ്റും, അല്ലേ? അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞത് അഖിലേഷ് സാറിനെ കുറിച്ചാണ്. അഖിലേഷ് സാറ് നമ്മളെ മനസ്സിലാക്കിയ സെറ്റില് ഉണ്ടാവുമ്പം അറിയാം എന്റെ അവസ്ഥ. എനിക്ക് ഈ വെപ്രാളം ചില സമയത്ത് ഞാൻ സെറ്റിൽ പലപ്പോഴും വീണിട്ടുണ്ട്, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ വീണിട്ടുണ്ട്. അതെ. അപ്പൊ അഖിലേഷ് സാറ് ഞാൻ പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്, ക്ഷീണം, ടെൻഷൻ കൊണ്ട് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട് ദിവ്യക്ക്. അപ്പൊ പിന്നെ സാറ് പറയും, നീ മക്കളെ വിളിച്ചോണ്ട് വാ, കുഴപ്പമില്ല, ഫുഡല്ലേ ഇവിടെ കൊണ്ടുപോവാ, ആരും പറയാനില്ല ഉച്ചക്കത്തെ ഫുഡോ രാത്രിക്കോ. ഞാൻ ഈ രാത്രിക്കത്തെ ഫുഡ് കൊണ്ടുപോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന മക്കളാണ്. എനിക്കറിയാം, കൊണ്ട് കൊടുത്തിട്ട് വേണം അവർക്ക് കഴിക്കാൻ. ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഓർമ്മയുണ്ട് ക്രിസ്. ദിവ്യ നമുക്ക് സെറ്റിൽ നിന്ന് എല്ലാവരും ഹോട്ടൽ റൂംസിലേക്ക് പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് വേണ്ടെങ്കിൽ ആ ഫുഡ് ഞാൻ ചോദിക്കും, വേണോ എന്ന് ഫുഡില്ല ഞാൻ കൊണ്ടുപോകും. അത് മാത്രല്ല, ആദ്യത്തെ വണ്ടിയിൽ തന്നെ ദിവ്യ പോവാൻ ശ്രമിക്കും. കാരണം ദിവ്യക്ക് പറയാൻ പറ്റില്ല, സീനിയോറിറ്റി വെച്ചിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ആദ്യത്തെ ട്രിപ്പിൽ വിടുക. പക്ഷെ ദിവ്യ ഇങ്ങനെ പറയും, എന്നെ ഒന്ന് വിടാമോ, ആർക്കാണ് ഫുഡ് വേണ്ടാത്തത്, ആ ഫുഡും കൂടി എനിക്ക് തന്നേക്കും എന്ന് പറയുമ്പോൾ ഒരമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് മനസ്സിലാക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ സെറ്റിൽ അത് മനസ്സിലാവുമായിരുന്നു. പക്ഷെ അങ്ങനെ മക്കളെ നോക്കിയ ഒരു അമ്മയാണിത്. അത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുമ്പോ എനിക്ക് അത്ര പൊള്ളുന്നത്. അതെ, എന്തെങ്കിലും പറയുമ്പോൾ പൊള്ളുന്നത് അതുകൊണ്ടാണ്. 2 രീതിയിലും. ഇപ്പോ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അത് ഞാനാണെങ്കിൽ പോലും അവരുടെ നന്മയ്ക്ക് ഞാൻ പറയുമ്പോൾ പോലും ഈ പരുന്തിൽ നിന്നും അമ്മക്കോഴി കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പോണ പോലെ കവറപ്പ് ചെയ്യാൻ വരുന്ന ദിവ്യ എനിക്കറിയാം. അത് ഇപ്പോഴും. അപ്പൊ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ കുട്ടികൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അത്ര നല്ല അമ്മയാണെന്ന് എനിക്കൊരു ധൈര്യം ഉണ്ടാവും. എന്ത് വന്നാലും അവരെ നോക്കാൻ അമ്മയുണ്ട്. അപ്പൊ ഞാൻ കൂടെ നിന്നാ മതി, ഒരു സപ്പോർട്ടായിട്ട് നിന്നാ മതി എന്നുള്ള ധൈര്യം. തീർച്ചയായിട്ടും ക്രിസ് ബയോളജിക്കൽ ഫാദർ ആയതുകൊണ്ട് മാത്രം അച്ഛനാവില്ല. അതൊരിക്കലും എനിക്ക് വിശ്വാസമില്ല. ഇല്ല, എനിക്കത് നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങള് കല്യാണത്തിന് മുന്നേ എന്റെ ഒരു സ്റ്റുഡന്റ് എന്നെ അപ്പാന്ന് വിളിച്ചിരുന്നത് അത് അത്രത്തോളം ആത്മാർത്ഥ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോ ഒരു ഫാദർ ഫിഗർ എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് അച്ഛനാവാൻ കഴിയണം. ഇപ്പോ എല്ലാ പുരുഷന്മാരുടെയും മനസ്സിനകത്ത് ഒരു അമ്മയും കൂടിയുണ്ട്. അപ്പോ ചില സമയത്ത് കുഞ്ഞുമോള് സ്ട്രെസ്ഡാന്ന് പറയുമ്പോൾ കുഞ്ഞുമോള് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും. ആ ഒരു ധൈര്യം എനിക്ക് എന്തായാലും എന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് കുഞ്ഞുമോക്ക് അത് മനസ്സിലാവാൻ ചിലപ്പോൾ ഇനി വർഷങ്ങൾ എടുത്തെന്ന് വരും. ആയിരുന്നോ, അത് സാരില്ല, അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലേ? അപ്പൊ അതില് മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ അമ്മയ്ക്ക് എന്താണ് ആവശ്യം? ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ട് മതി. അതായത് ദേ കണ്ടോ ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് പറയുക. അതായത് മക്കൾ വലുതാവുമ്പോൾ അവർ മനസ്സിലാക്കില്ല അമ്മയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ തകർന്നു പോകും എന്നുള്ളത്. അപ്പൊ എന്റെ ഇതിൽ പോലും ഞാൻ പല സമയത്തും അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കറിയാം അമ്മയുടെ മനസ്സ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ച് കളിയും ചിരിയൊക്കെ പറഞ്ഞ് ഞാൻ അതങ്ങ് സോൾവ് ചെയ്യും. അപ്പൊ അത് മക്കൾക്കത് മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. 19 വയസ്സും 10 വയസ്സും എന്നൊക്കെ പറയുന്നത് കൊച്ചു കുട്ടികളാണ് അവര്. അപ്പൊ ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവണം എന്നൊരാഗ്രഹമുണ്ട്. പലപ്പോഴും വർക്ക് ഡസ് നോട്ട് അലൗ മീ. കാരണം എനിക്ക് എന്റെ കുടുംബം നോക്കണം എന്നുള്ള ഈ ഓട്ടത്തിനിടയിൽ ആ ഇൻസ്റ്റന്റിൽ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ കുഞ്ഞുങ്ങളെ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ഓക്കെ അല്ലാണോ. അതെനിക്ക് കണ്ണിൽ കണ്ടാ അറിയാം. അതുകൊണ്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലും കോൾ ലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വീഡിയോ കോൾ ആയിരിക്കും. കാരണം ഞാൻ വീഡിയോ കോളിൽ വിളിച്ചിട്ട് എനിക്ക് കണ്ണ് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഓക്കെ ആണോ അല്ലേന്ന് അറിയാം. അപ്പൊ ചില സമയത്ത് ഇങ്ങനെ മുടിയൊക്കെ ചെയ്യും, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക, വെറുതെയാ. അപ്പൊ അത് ആസ് എ പേഴ്സൺ എനിക്കത് മനസ്സിലാവും. ബാക്കില് കുട്ടികൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന വഴക്കുണ്ടായോ ശരി. അപ്പൊ ഐ എം റിയലി ഇൻ എ ഫാമിലി. ഞാനൊരു അച്ഛനാണ്, എനിക്ക് എന്റെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്.
നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്ക് അതിന് സമയമില്ല, കാരണം എനിക്ക് എന്റെ കുടുംബം നോക്കണം. അതുകൊണ്ട് നാട്ടുകാർ എന്ത് വേണേൽ പറഞ്ഞോട്ടെ, അവരുടെ ഈ ലോകം കുഞ്ഞുങ്ങളെ, ഈ ഉണ്ടായിക്കോട്ടെ. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വളരെ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അവർക്ക് അതുവരെ, അതായത് ക്രിസ് അവരുടെ ലൈഫിലേക്ക് അച്ഛനായിട്ട് വരുന്നത് വരെ ഒരുപാട് കാലം അവർക്ക് അമ്മ മാത്രമായിരുന്നു, അച്ഛനും അമ്മയും, അല്ലേ ദിവ്യ? അച്ഛനും അമ്മയും അവർക്ക് അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹം. അവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതേ സമയം തന്നെ ഞാനിത് പേടിയുണ്ടാവും. നെഗറ്റീവായിട്ടല്ല, ഒരു പേടി ഉണ്ടാവും. ഞാൻ തുറന്നു പറയാട്ടോ. ഉണ്ടാവും, ഉണ്ടാവും. ഇപ്പൊ പുതിയൊരാള് അമ്മയുടെ സ്നേഹം ഷെയർ ചെയ്യാനായിട്ട് ഒരാള് വരുന്നു, അല്ല, അങ്ങനെയല്ല. അങ്ങനെ സാധാരണ ചിന്തിക്കാം. എന്റെ മക്കളുടെ കാര്യം ഞാൻ പറയാം. എന്റെ മക്കൾക്ക് ഞാൻ കുഞ്ഞുമോളെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ള പേടിയാണ്. അത് ശരി. കാരണം അവര് കുഞ്ഞിനെ പോലെ നോക്കി നടക്കുന്ന അമ്മയാണ്. അവർ രണ്ടുപേരും ഒരു കുഞ്ഞിനെ പോലെ നോക്കുകയാണ് അമ്മേനെ. അപ്പൊ ഞാൻ കാരണം എങ്ങാനും ഞാൻ വിഷമിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കി ആ സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന മക്കളാണ്. പക്ഷെ അതിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ ചിൽഡ്രൻ. അതെ ദിവ്യ, ഇപ്പൊ ക്രിസ് ഇത് പറഞ്ഞു, ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യക്ക് എല്ലാം ഈ രണ്ട് മക്കളായിരുന്നു. അപ്പോൾ ദിവ്യക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വിവാഹം കഴിക്കാം, എനിക്കൊരു നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രിയും അങ്ങനെയാണ്, എല്ലാം സിനിമ എന്ന് പറയണോ സീരിയൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രി മോശമാണെന്നോ അല്ലെങ്കിൽ IT എന്നുള്ളതാണെന്നല്ല, അങ്ങനെയൊന്നും പറയില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ കേരളത്തില് ഒറ്റയ്ക്കായി പോകുന്ന സ്ത്രീകള് എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, എന്തൊക്കെ ഇപ്പൊ എന്താണ് പണമുണ്ടെന്ന് പറഞ്ഞാലും, എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, കരിയർ ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മളുടെ ഫെയിം നമുക്കുണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്കായിട്ടുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് സമൂഹമുണ്ട്. അങ്ങനെ ആ ടാർഗറ്റിന്റെ മുൾമുനയിൽ നിന്ന ഒരാളാണ് ദിവ്യ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആളെ നമ്മുടെ സുരക്ഷിതത്വം എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് റൈറ്റ് പേഴ്സൺ. ആദ്യം ഒരു അബദ്ധം പറ്റി, ഇനി ആ അബദ്ധം ഒരിക്കലും പറ്റരുതെന്ന് വിചാരിച്ചാണ് ക്രിസ്, എനിക്ക് തോന്നുന്നു ദിവ്യ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക്. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നോ സത്യത്തിൽ? അങ്ങനെ പറയരുത് ദിവ്യ പറയൂ. അല്ല, ഞാന് പറഞ്ഞില്ലേ ചേച്ചി, ഇതുപോലെ തന്നെ എനിക്ക് നമുക്ക് ഇത് ഞാൻ പറഞ്ഞ സപ്പോർട്ടിന് വേണം നമുക്ക്, അല്ലാണ്ട് നമ്മളെ മുതലെടുക്കാൻ വേണ്ടി ഒരാളെ ജീവിതത്തിലേക്ക് വരരുത്. അതുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, നമ്മൾ ഈ ആർട്ടിസ്റ്റ് എന്ന നിൽക്കുമ്പോ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് വേറെയാ. നമ്മളാണെങ്കിൽ പൊട്ടന്മാര് സ്നേഹത്തിന് വേണ്ടി, അല്ലേ? നമ്മൾ പെണ്ണെന്ന് പറയുന്ന വർഗം അങ്ങനെയാ. ആണുങ്ങൾ ഒരു സ്നേഹം കിട്ടാത്തവര് ഒരു സ്നേഹം ആരെങ്കിലും തരുവോ എന്ന് വെച്ചാൽ നല്ലോണം സ്നേഹിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് സ്നേഹിക്കലേ. എല്ലാരും അനുഭവം ഇതായിരിക്കും, പക്ഷെ ആരും തുറന്ന് പറയില്ല എന്ന് മാത്രം. അവൻ നല്ലോണം സ്നേഹിക്കണ്ടല്ലോ എന്നെ, ആടാ ഒരു 5000 ഉണ്ടാ, അയ്യോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യാ, കടം അവിടെ അതെയാന്ന് കടമുണ്ടാ. അപ്പൊ നമ്മളെന്താ പറയാ, അത് നോക്കൂ, നമ്മള് കടം വാങ്ങി അങ്ങോട്ട് കൊടുക്കുക, സ്നേഹമല്ലേ കിട്ടുന്നത്. അതാണ് അവസ്ഥ. നമ്മള് ശരിക്കും പറഞ്ഞ പൊട്ടന്മാരായി, പെണ്ണുങ്ങളെന്ന് പറഞ്ഞ പൊട്ടന്മാരാ. അപ്പൊ ആയിക്കോട്ടെ, പൊതുവെ സത്യമാണ്, ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആട്ടോ. അതിന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ദിവ്യ. നമ്മളൊക്കെ പറയുന്ന വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല, സത്യസന്ധമായിട്ടുള്ളത് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാം, ഒരു ഹ്യൂമൻ അത്രയേ ഉള്ളൂ. അത് പെണ്ണാവണം എന്നില്ല. ആണുങ്ങളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണോ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളത്, അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡില് വാട്ട് എ മാൻ ക്യാൻ അണ്ടർഗോ, അത് ഞാൻ പോയിട്ടുണ്ട്. അത് എൻ്റെ അമ്മയോട് ചോദിച്ചാൽ അറിയാം. ഞാൻ വാട്ട് ഐ വെന്റ് ത്രൂ എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് അറിയാം. കുറേയൊക്കെ അമ്മ പോലും കേട്ടിട്ടില്ല, അമ്മയ്ക്ക് പോലും കേൾക്കാൻ പറ്റാതെ, അതായത് അത്രത്തോളം സ്ട്രെയിൻ അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ അതെന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇല്ല എന്നുള്ളത്. അത് ക്രിസ് പറയാനും ആഗ്രഹിക്കുന്നില്ല പുറത്തേക്ക്. എന്തിന്? അതെ, പറഞ്ഞ വെറുതെ എന്തിന്? ആൾക്കാർക്ക് കാണുമ്പോ ഇവൻ ജാടയാണ്, ഇവൻ താടിയാണ്, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയണ, വെറും ഈ കോമാളിയാണെന്ന് പറയുന്നത് പറഞ്ഞോട്ടെ. ഞാൻ അനുഭവിച്ചത് ഞാൻ അറിഞ്ഞു, കുഞ്ഞുമോൾ അറിഞ്ഞു, മതി. ഈ കുറ്റപ്പെടുത്തവരും ഇതേ സ്റ്റേജിൽ പോകുന്നവരായിരിക്കും, എന്നാലും അതിന് വേറൊന്നുമില്ല, അതിന് ചെറിയ അസൂയ, കുശുമ്പ് എന്നൊക്കെയാണ് വാക്കുകൾ, അത്രേ ഉള്ളൂ. അതില് ആസ് എ ഹ്യൂമൻ നമ്മൾ എല്ലാവരും സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഒരു കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ മാനിപ്പുലേറ്റിംഗ് ബിഹേവിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മുതലെടുത്ത് ജീവിക്കാം. അപ്പൊ ഇതാണായാലും പെണ്ണായാലും, അതായത് ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ തലയിൽ ചവിട്ടി ഡാൻസ് കളിക്കാൻ തീരുമാനിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അതേപോലെ തിരിച്ച് ഇവൾ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ഇവളുടെ സ്വത്ത് മുഴുവൻ എനിക്ക് അടിച്ചെടുത്ത് ഞാൻ ജീവിക്കാന്ന് കഴിയുന്ന പുരുഷന്മാരുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഞങ്ങൾ കല്യാണം അറിയിച്ചു, ഞങ്ങൾ എല്ലാവരും അറിയിച്ചു തുടങ്ങി.
അറിയിച്ചു തുടങ്ങിയപ്പോൾ കുഞ്ഞുമോക്ക് ഒരു ഫോൺ കോൾ, ഇവനെ കുറിച്ച് അന്വേഷിച്ചിട്ടാണോ, ഇവൻ ആള് മഹാമോശമാണ് എന്ന് വളരെ മോശമായിട്ടുള്ള ഒരാളാണ് വിളിച്ചു പറയുന്നത്. അത് ശരി. നീ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അപ്പൊ അങ്ങനെ വാർണിംഗ് ഒക്കെ. അപ്പൊ അതുപോലെ തന്നെ അവൾക്ക് പഠിപ്പില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയാ, എന്റെ അടുത്ത് അത് ഒരേ സ്ഥലത്ത് നിന്നാ വരുന്നതെന്നാണ് ഏറ്റവും കോമഡി. നിങ്ങളുടെ വൈബ് കറക്റ്റ് ആവില്ല. അയ്യോ ദിവ്യക്ക് പഠിപ്പൊന്നുമില്ല, എക്സ്പോഷർ ഇല്ല. ക്രിസ്റ്റിന് ഭയങ്കര എക്സ്പോഷർ ഉള്ള ആളാണ്, എഡ്യൂക്കേറ്റഡ് ഞാൻ ആണ്. ചോദിക്കട്ടെ, ഞാൻ കുഞ്ഞുമോളോട് പറഞ്ഞു, നിനക്ക് ഇംഗ്ലീഷ് അറിയാത്ത സ്ഥലത്ത് നിനക്ക് നാവാവാൻ ഞാനുണ്ട്. എനിക്ക് കണ്ണൂർ ഭാഷ അറിയില്ല, അവിടെ നീ എനിക്ക് നാവായിക്കോ, കുഴപ്പമില്ല. എന്റെ അടുത്ത് പറഞ്ഞ എന്താ പറയാ, ഞാൻ പറഞ്ഞു അത് മീൻസ് അതായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് നല്ലൊരു കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല കുട്ടി തന്നെയാണ്. പക്ഷെ ക്രിസ്സിന് കുറച്ചും കൂടി വിദ്യാഭ്യാസം ഇല്ല, ആരെങ്കിലും നോക്കിയാ പോരുന്നു. ക്രിസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരൊക്കെ എവിടെ പോയി ചോദിക്കുന്നത്. ഈ കല്യാണത്തിന് മുന്നേ ഈ പറഞ്ഞവരൊക്കെ എവിടെ പോയി? ലൈഫ് അറിയുന്നവരാ. പിന്നെ എല്ലാം തികഞ്ഞ അങ്ങനെ വിദ്യാഭ്യാസവും സൗന്ദര്യവും സ്റ്റാറ്റസും ഒക്കെ തികഞ്ഞ ഒരാളെ എന്താ കൊണ്ടേ കൊടുക്കാതിരുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടാ, അത് എനിക്കത് ഫീലായപ്പോ ഞാൻ പറഞ്ഞ കേട്ടാ ശരിയാന്ന്. എനിക്ക് പഠിപ്പില്ല, കാരണം 18 വയസ്സിൽ ഞാൻ പിന്നെ അവിടെ പഠിപ്പും മുടങ്ങിയ പിന്നെ എന്തോ ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം, അന്ന് ഇംഗ്ലീഷ് മീഡിയം നമ്മൾ പഠിച്ചില്ല, മലയാളം ഒരു അറിയാലോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരേ ഒരു വാക്ക്, മലയാളം അറിയില്ലേ? ഞാൻ മലയാളം അറിയാം, അതിനെ കണ്ണൂരാണ് സംസാരിക്കുമ്പോ അതെന്നെ ചിലവർക്ക് മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു, നിനക്ക് സ്നേഹിക്കാൻ പറ്റൂലേ, നിനക്ക് നല്ലൊരു ഭാര്യയാവാൻ പറ്റൂലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരേ ഒരു വാക്ക്, എനിക്ക് ഭാര്യയാവാൻ പറ്റും, എനിക്ക് സ്നേഹം തരാൻ പറ്റും, ഇതെനിക്ക് തരാൻ പറ്റും. അതിൽ കൂടുതൽ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. അതാണ് ഇല്ലാതിരുന്നതും. ബിക്കോസ് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജ് ഓൾഡ് ട്രഡീഷൻ, നമ്മുടെ കുട്ടിക്ക് പണ്ടത്തെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഒരു 14 വയസ്സായ കുട്ടി ഒരു 5 വയസ്സ് 6 വയസ്സായ കുട്ടിയുമായിട്ട് ഒരു ചൈൽഡ് മാരേജ് നടക്കും. എന്നിട്ട് അവർ രണ്ടുപേരും അവരുടെ 2 വീട്ടിലേക്ക് പോകുന്നു. പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് ഇവർക്കൊരു മുഹൂർത്തം കുറിച്ച് ഇവർ ചേർന്ന് വരുന്നു. പലപ്പോഴും അക്കാലത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ജോണ്ടിസും അതുപോലത്തെ രോഗങ്ങളും വന്ന് അവര് ഹസ്ബൻഡ് മരിച്ചു പോകുന്നു, 5 വയസ്സ് 6 വയസ്സായ കുട്ടി വിഡോ ആകുന്നു എന്നൊക്കെയുള്ള നെഗറ്റീവ് സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തീക്ക് ചുറ്റും നടക്കുമ്പോൾ ആ കൊച്ചു കുട്ടികൾ പറയുന്നത്, നിന്റെ ആവശ്യത്തിന് ഞാൻ നിന്റെ കൂട്ടിനുണ്ടാവും, നിനക്ക് ഞാൻ താങ്ങും തണലുമാവും, ഞാൻ കഴിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ കഴിപ്പിക്കും, ഞാൻ ഉടുത്തില്ലെങ്കിലും ഞാൻ നിന്നെ ഉടുപ്പിക്കും എന്ന് ഒരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി ആ റെസ്പോൺസിബിലിറ്റി പഠിപ്പിച്ചിരുന്നൊരു സിസ്റ്റം. ഇത് വലുതായി കഴിഞ്ഞ ആൾക്കാർക്ക് എന്താ മനസ്സിലാവാത്തത്? ഞാൻ അഗ്നിക്ക് ചുറ്റും പോകുമ്പോൾ കുഞ്ഞുമോളുടെ കൈ പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിലെ കട്ടവിരൽ പിടിച്ച് ഞാൻ അമിയിൽ വെച്ചിട്ട് ഞാൻ പറയാണ്, അവിടെ ഇതാ നോക്കൂ, അരുന്ധതിയെ കാണൂ, അതുപോലെ നമ്മൾ ചേർന്നിരിക്കണം, എത്ര കാലം കഴിഞ്ഞാലും ചേർന്നിരിക്കണം, അതുപോലെ ഇരിക്കണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ട് മാത്രമേ ഞാനത് പറയാവൂ. ഞാൻ തീക്ക് ചുറ്റും എടുത്ത ആ സത്യങ്ങൾ, ആ സപ്തതി എന്ന് പറയുന്ന അതിനിടയ്ക്ക് ഞാൻ എടുക്കുന്ന ഈ കാര്യങ്ങൾ കുഞ്ഞുമോക്ക് എന്താണോ ആവശ്യമുള്ളത്, ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ബി ടേണിംഗ് ഔട്ട് ടു ബി എ വീഗൻ ഓർ എ വെജിറ്റേറിയൻ ഫോർ മീ. ബിക്കോസ് ജീവിതകാലത്ത് എന്താണോ കഴിച്ചിട്ടുള്ളത് അത് തന്നെ കഴിക്കണം, എന്റെ മക്കളും അങ്ങനെ തന്നെ കഴിക്കണം, അത് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ഉണ്ടാവണം. അതേപോലെ ഞാൻ കഴിക്കുന്നത് ഇനി മുതൽ നീ നോൺ വെജ് കഴിക്കണം എന്ന് ഇവരാരും പറയുന്നില്ല. അതിനേക്കാളും കൂടുതൽ എന്താണ് നല്ല ലൈഫ് ഉണ്ടാവുന്നത്? ക്രിസ്, ഞാനൊരു ഇതിന്റെ ഇടയിലും ചോദിക്കട്ടെ, ക്രിസ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ക്രിസ് ഓവർ എ പീരീഡ് എല്ലാ മനുഷ്യരും മാറിക്കൊണ്ടിരിക്കും. ഒരു 20 വർഷം മുമ്പ് ഞാൻ ക്രിസിനെ കാണുമ്പോൾ ഞാൻ കണ്ട ക്രിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ക്രിസ് വളരെ ഓപ്പൺ ആണ്, എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആണ്. എനിക്ക് തോന്നുന്നു ക്രിസ് ഒരിക്കലും ആരോടും അങ്ങനെ ഒരു ഗ്രഡ്ജ് വെച്ച് പെരുമാറില്ല, ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും ഇവന്റ്സിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇഷ്യൂസ് ഞാൻ പറയുന്നില്ല, ഒന്നും ഉണ്ടാവാറുമുണ്ട്. പക്ഷെ ക്രിസ് ഒരിക്കലും അതുണ്ടായില്ല. ക്രിസിന്റെ ഞാനപ്പോൾ വിചാരിക്കാറുണ്ട്, ഇദ്ദേഹം ഇത്ര എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണോ? പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായി, എഡ്യൂക്കേഷൻ കൊണ്ട് ഒരാൾ റിഫൈൻമെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ കാലങ്ങളെ കൊണ്ട് ക്രിസ് റിഫൈൻഡ് ആയ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു വിവാഹത്തിലേക്ക് എത്തിയതെന്ന് വേണമെങ്കിൽ പറയാമോ? അതോ ബൈ ഷിയർ ലക്ക്? ഷിയർ ലക്ക് എന്നുള്ളതിനേക്കാളും ഗോഡ് ഓർഡൈൻ, അതായത് ദൈവവിധി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നേച്ചേഴ്സ് നീഡ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഇപ്പൊ ഞങ്ങൾ പറയാതെ ഞങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് പോലും രണ്ടുപേരുടെയും മനസ്സിൽ ഒരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ അത് ലക്ക് എന്ന് പറയാൻ പാടില്ല, അതങ്ങനെ ആവേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഈ കഴിഞ്ഞ 1 വർഷം മുഴുവൻ പോയിട്ടുള്ളത്. ഇപ്പൊ ശ്രീലങ്കയിൽ ചെന്നിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന ആഹാരം, എനിക്ക് ശ്രീലങ്കൻ ഫുഡ് ഇഷ്ടമാണ്, അത് വാങ്ങിച്ചു കൊടുക്കുന്നത് കുഞ്ഞുമോക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ള പേടിയല്ല, ഇല്ല എന്റെ കുഞ്ഞുമോക്ക് ഇഷ്ടപ്പെടും എന്ന ധൈര്യമാണ്. അതിനല്ലേ സോൾമേറ്റ് എന്നൊക്കെ പറയാ.
അങ്ങനെ പറയണോ? എനിക്കറിയില്ല. ഇല്ല, അങ്ങനെ അത് പറയുന്നതിനേക്കാൾ ഈ ഭാഗ്യമല്ലേ? സോൾമേറ്റ് എന്നുള്ള വാക്കുമായിട്ട് കുഞ്ഞുമോൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. ആണോ? അതെന്താ അത്? അങ്ങനെയല്ല, ഞാൻ അൺനോയിങ്ലി പറഞ്ഞ കേട്ടോ. അല്ല, ഈ സോൾമേറ്റ് എന്നൊക്കെ പറയണെന്ന് പറഞ്ഞാല് എവിടെയോ ഒരു ആത്മാവ് ഇങ്ങനെ കാത്തിരിക്കുന്നു, സഡൻ ആയിട്ട് പൊട്ടി അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ഹൃദയം ഒരു നോൺ വെർബൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മളെ ഹൃദയത്തിന്റെ അകത്ത് തോന്നുന്ന കാര്യം അപ്പുറത്ത് നമ്മുടെ പാർട്ട്ണർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ഭാര്യ ഭർത്താവാണെങ്കിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് റിലേഷൻഷിപ്പായി മാറും. അത് ഒരു ഫ്രണ്ട് ആണെങ്കിലും അതൊരു വളരെ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആവും. അപ്പൊ അങ്ങനെ ക്രിസിന്റെ ആഗ്രഹമുള്ള ക്രിസ് ഇഷ്ടപ്പെടുന്ന സംഗതി പറയാണ്ട് അറിയണ്ടെങ്കിൽ. അല്ല, കുഞ്ഞുമോക്ക് ഇപ്പൊ ഞാനിപ്പോ രാവിലെ ഒരു കവിത എഴുതി, അത് കുഞ്ഞുമോക്ക് അയച്ചു കഴിഞ്ഞാൽ കുഞ്ഞുമോക്ക് മനസ്സിലാവില്ല എന്നറിയാം. അപ്പൊ എന്റെ അടുത്ത് പറയും അറിയാം, ഇത് എന്താന്ന് പറഞ്ഞു തന്നാലേ എനിക്ക് മനസ്സിലാവും. ഐ വോണ്ട് ഇൻസിസ്റ്റ് ഓൺ ദാറ്റ്. പക്ഷേ ഈ കുഞ്ഞുമോള് കവിതകൾ ചൊല്ലി തുടങ്ങി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം കവിതകൾ മാത്രം ചൊല്ലുന്ന ഒരാളാണ്. കാരണം കുഞ്ഞുനാൾ മുതൽ കവിതകൾ മാത്രം ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. ഞാൻ എഴുതുന്നത് ഇംഗ്ലീഷ് ആയിപ്പോയി എന്ന് പറയുന്നത് എന്റെ തെറ്റല്ല. അതൊരു കുറവല്ല കേട്ടോ, ഭാഷ അറിയില്ല എന്നുള്ളത് ഒരു കുറവേ അല്ല ദിവ്യ. കാരണം ഈ പറയുന്ന കവിതകൾ പറഞ്ഞ് ഫീൽ ചെയ്ത് കരയുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം കാറിൽ എന്താണ് പറയണെന്ന് അല്ലേ? അല്ല, കഴിഞ്ഞ ദിവസം കാറിൽ പോകുമ്പോ കവിതകൾ ചൊല്ലിയിരുന്ന് കരഞ്ഞ് ഡെസ്പായി മൈൻഡ് വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞു. ഞങ്ങള് ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പഴയ കവിതകളൊക്കെ ചൊല്ലി എന്തർത്ഥമല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരു വഴി ആയി കഴിഞ്ഞു. എല്ലാരും കേട്ട കവിതകൾ തന്നെ. ഞാനിങ്ങനെ ഒന്ന് കഴിഞ്ഞ് അടുത്തത് കഴിഞ്ഞ് അടുത്ത് ഞാൻ ഒരേ പോക്കാ. ഞാൻ ഇതിപ്പോ ഒക്കെ പണ്ട് പാടുന്നേട്ടാ, എനിക്ക് ഇഷ്ടമാണ്, അതിന്റെ അർത്ഥം നോക്കി എന്താ അല്ലേ. അപ്പൊ ഏട്ടയും ഞാനിതിങ്ങനെ പാടാ. അപ്പൊ എനിക്ക് എവിടെയോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് സംഭവങ്ങൾ, അതൊരു ഇങ്ങനെ എടുത്തെടുത്ത് ഇടുക. അപ്പൊ ഏട്ടൻ പറഞ്ഞു, അപ്പൊ എനിക്കറിയാം കുഞ്ഞുമോള് പോകുന്ന ആ വഴിയെ ഞാൻ കൂടെ ഉണ്ട്. അതായത് അവിടെ എങ്ങാനും ആ വരമ്പിൽ ഒരു ചെളിയുണ്ട്, അതിൽ വീഴാൻ പോവാണെന്നുണ്ടെങ്കിൽ കൈ മുറുകെ പിടിക്കാൻ ഞാനുണ്ട്, വീഴില്ല. ദിവ്യയുടെ ഈ കഴിവുകളും ഇതൊക്കെ എനിക്ക് കരച്ചില് വെറുതെ ഇത് കരച്ചില് വരും. അതാണ് എന്റെ പ്രശ്നം. അല്ല, ഉള്ളിലുള്ളത് അങ്ങനെ പെട്ടെന്ന്. ദിവ്യക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു കുട്ടി. ആ ദിവ്യ ഈ കാലങ്ങൾ അത്രയും വേറെ എന്തോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്താ പറയാ വഴി തിരിഞ്ഞു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ടാലൻസും സ്വന്തം കഴിവുകളും ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൂടിയാണ് പോയത്. ഇതിപ്പോ നമ്മൾ രണ്ടുപേരും മത്സരിച്ച് കരയാണ് കുട്ടി. എനിക്ക് എങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റാത്ത എന്താ എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അത് മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് അങ്ങനെ കണ്ണുനീര് വരിക. റീസെന്റ് ആയിട്ട് ഉള്ള ഒരു അതായത് കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയമായി. ആ സമയത്ത് കുഞ്ഞുമോൾ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊരു രീതിയുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും നല്ല പുസ്തകം കുഞ്ഞുമോൾ പറഞ്ഞ ആ കഥയാണ്. പഴയ ലൈഫിൽ ഓരോ കാര്യങ്ങൾ. അപ്പൊ ഓരോ ഇൻസിഡൻസ്, കുട്ടിക്കാലത്തുള്ള ചെറിയ കാര്യങ്ങൾ, ചേട്ടനുമായിട്ട് പൂ പറിക്കാൻ പോയ ഓണത്തിന്റെ കാര്യങ്ങൾ, അങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ കുഞ്ഞോട് പറഞ്ഞു, നീ എഴുതുക. അപ്പൊ എനിക്ക് എഴുതാനെന്ന് പറഞ്ഞൂടാ. ഞാൻ പറഞ്ഞു, ബേപ്പൂർ സുൽത്താൻ എഴുതിയത് മലയാളത്തിൽ സാഹിത്യ ഭാഷ തേടിയിട്ടല്ല, വായ്മൊഴി ഭാഷയിലാണ്. ജയകാന്തൻ എഴുതിയിട്ടുള്ളത് ഒരിക്കലും ഒരു തൂയ തമിഴിലല്ല, തിരുക്കുറലിലെ തമിഴൊന്നും അല്ല അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ശിവശങ്കരി മാം, ജിബുമാന്ന് വിളിക്കുന്ന ശിവശങ്കരി മാം എഴുതിയിട്ടുള്ളത് സാധാരണ തമിഴിലാണ്. ശ്യാമ ഉള്ള ഇരിക്കാളായിട്ട് സ്വന്തം വീട്ടിലെ പട്ടിക്കുട്ടിയെ പേര് കൊടുത്ത് പട്ടി അകത്തുണ്ടെന്ന് എഴുതില്ല. അത്രത്തോളം ഒരു ജീവിയെ സ്നേഹിക്കാൻ കഴിവുള്ള ജിബുമ എഴുതിയതും സാധാരണ ഭാഷയിലാണ്. അങ്ങനെ എഴുതിയ 2-3 ചാപ്റ്റർ റെഡിയാണ്. ഇപ്പൊ സമയം കിട്ടുന്നില്ല. ആണോ? ഇത് പറഞ്ഞപ്പോഴേ ക്രിസ് നമ്മുടെയൊക്കെ ഗുരുസ്ഥാനീയനായിരുന്ന ലോഹിതദാസ് സാറ്, ലോഹിയേട്ടന്റെ കൂടെ എനിക്ക് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് അടുത്തിടപഴകാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, ജീവിതത്തില് വേദനകളിലൂടെ കടന്നു വന്നാൽ മാത്രമേ യഥാർത്ഥ കലാകാരൻ ജനിക്കൂ. നമ്മളെല്ലാവരും സാധാരണക്കാരായിട്ടാണ് ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത്, ആ എവല്യൂഷനിൽ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ ഇമോഷണലി ഇവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിലേ നല്ല കല ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദിവ്യ തികച്ചും നല്ല എഴുത്തുകാരിയായി മാറാൻ പറ്റും. അപ്പൊ അത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്, ആ എഫേർട്സ് എടുക്കുന്നുണ്ട്. ഷീസ് ഡൂയിങ് ഹർ ലെവൽ ബെസ്റ്റ്. ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം വീട്ടില് സെറയും സെറയുടെ 5 മക്കൾ, ഇപ്പൊ 4 മക്കളെ നോക്കണം, 2 കുട്ടികളെ നോക്കണം. അപ്പൊ ഇവരെല്ലാവരെയും നോക്കിയിട്ട് എഴുതാൻ സമയം കിട്ടുന്നില്ല, സത്യമാണ്. പക്ഷെ എനിക്ക് ഷുവറാണ്, അതായത് ആ പേജ് വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ്. ആ മൊമെന്റ് വരും, എഴുതും. കാരണം ഞാൻ 2014 വരെയൊക്കെ ആക്റ്റീവ് റൈറ്റിംഗിലേക്ക് ഇല്ല. ഐ വാസ് നെവർ എ റൈറ്റർ. പക്ഷെ ഇന്ന് 97 ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ വർഷം 100 കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ പോകുന്ന എനിക്കറിയാം അത് പറ്റും, കുഞ്ഞുമോക്ക് പറ്റും. അതേപോലെ മകൾക്ക് ഇരുന്നു കൊണ്ട് ഡാൻസ് പറഞ്ഞു കൊടുത്ത്
അതിമനോഹരമായിട്ട് കളിപ്പിക്കാൻ പറ്റും, പക്ഷെ ഡാൻസ് പഠിച്ചിട്ടില്ല. ആ, ആ. അപ്പൊ ഇന്നലെ അങ്ങനെ ഗുരുവായൂർ പെർഫോം ചെയ്തില്ലേ കഴിഞ്ഞ ദിവസം? ഇന്നലെ ആദ്യമായിട്ട് അരങ്ങേറ്റായിരുന്നു. അരങ്ങേറ്റമായിരുന്നു. മോളുടെയും ആ അല്ല, മോള് കളിക്കും. പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്നും ഞാൻ പറഞ്ഞു, നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, സെമി ക്ലാസിക്കൽ ഡാൻസ് അവിടെ പെർഫോം ചെയ്യുമ്പോൾ കാണാത്ത ആൾക്കാർ മറഞ്ഞു നിന്നുകൊണ്ട് ചീത്ത വിളിക്കുന്ന ആൾക്കാരെ പോവാൻ പറ. ഞാൻ എന്തായിരുന്നു ഇന്നിങ്ങോട്ട് ഞാൻ വരുമ്പോഴേ ഈ ഷൂട്ടിന് വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റീൽസിൽ നോക്കിയപ്പോ ദിവ്യയുടെ കാലിൽ ചിലങ്ക് കെട്ടി കൊടുക്കുന്ന ക്രിസിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ദിവ്യ ഡാൻസ് ചെയ്യുന്ന വീഡിയോ. അതിന്റെ താഴെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കമന്റ്സിനെ കാണുന്നത് ഒന്നും നോക്കിയിട്ട് ആവശ്യമില്ലാത്തന്നെ അപ്പൊ തന്നെ എടുത്ത് കളയും. ഇപ്പൊ എന്നെയും ഒരുപാട് ബുള്ളി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതും പറഞ്ഞ്. പക്ഷെ നമ്മൾക്ക് അറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത്. നമ്മൾ ലോപ്പ് സൈഡഡ് വൺ സൈഡഡ് ആയിട്ടല്ല ചിന്തിക്കുക. അപ്പൊ ആ കമന്റ് സെക്ഷനകത്ത് ദിവ്യക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, മോഹിനിയാട്ടം എത്ര വർഷം കൊണ്ട് ചെയ്യേണ്ടത്, ഒരു സെമി ക്ലാസിക്കൽ മ്യൂസിക്കിന് ആണ് ചെയ്തത് അല്ലെ, വേഷം മാത്രമേ മോഹിനിയാട്ടത്തിന്റെ ഉള്ളൂ. അപ്പോ ഞാനപ്പോ അത് എനിക്ക് തോന്നിയൊരു കാര്യം ഇത്, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, നമുക്ക് അറിയുന്നത് പോലെ അത് ചെയ്യുക, അത് ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം, വേണ്ടാത്തവർക്ക് ദേ ഹാവ് ഓപ്ഷൻസ്. ഇതെന്താ വെച്ചാ ഇത് ഞാൻ പറയട്ടെ, ഇതിനിപ്പോ ഇവിടെ പറയാം, ആളാരാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാന് സത്യം പറഞ്ഞ ഏട്ടനെ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് ഏട്ടന് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നോക്കിയപ്പോ ഏട്ടൻ ഒരുപാട് പാട്ട് പാടിയിട്ട് കേൾക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യും. ഇത് കരഞ്ഞിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏട്ടന്റെ ലൈഫിലെ കുറെ കഥകളൊക്കെ കേട്ടപ്പോ എന്തോ എനിക്ക് അത് ആ ഒരു പാട്ടിന് എനിക്ക് അറിയില്ല ചെയ്യാനെങ്കിലും അറിയുന്ന രീതിയിൽ എനിക്കതൊന്ന് ചെയ്തിട്ട് ഏട്ടന് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചു. ഗിഫ്റ്റ് ഫോർ ഹിം അല്ലേ? ഗിഫ്റ്റ് കൊടുക്കണം ഞാൻ ബാക്കിയുള്ളവർ കാണേണ്ട കാര്യമല്ല. അപ്പൊ ഞാൻ ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചത്. ഞാൻ ഇത്രയും വിചാരിച്ചില്ലേ ചേച്ചി. ഞാൻ വിചാരിച്ചത് ഏട്ടനോട് പറയാതെ കണ്ട് സത്യം ആ സോങ് കേട്ടപ്പോ അറിയാം, ഞാൻ എത്രയോ പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. ആ പാട്ട് കേട്ടപ്പോഴും ഏട്ടന്റെ സ്റ്റോറി അറിഞ്ഞപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏട്ടന്റെ ഓരോ പാട്ട് പാടിയത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാര്യം, മക്കൾക്കും ഇഷ്ടമാണ് അത് പാട്ട് കേൾക്കാൻ. നന്ദു മോൻ ആ പാട്ട് വെച്ചോണ്ടിരിക്കും, ഒരുപാട് സോങ് ഇങ്ങനെ വെച്ചിട്ട് പറയും, അപ്പൊ പാവല്ലമ്മ, അപ്പൊ എന്റെ മുഖം നോക്കിയമ്മ ഇങ്ങനെ പറയും. അപ്പൊ എനിക്കിങ്ങനെ അത് അതെങ്ങനെയെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണല്ലോ. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ചേച്ചിയുടെ മോളോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഉണ്ടട്ടാ, എനിക്കൊന്ന് പാട്ട് ഇതിന് എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തരുമോ, വീഡിയോ കോൾ വിളിച്ചിട്ട്. അപ്പൊ അവക്ക് സമയമില്ല. മോളോട് പറഞ്ഞപ്പോ മോക്കും പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് രണ്ടും കെട്ടി ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്ക് അതൊന്ന് ഡാൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഏട്ടൻ തന്നെയാണ് രജനി ടീച്ചറുടെ അടുത്ത് എന്നെ ആക്കിയതും. ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കയ്യും കാലം ഒക്കെ വേറെ, ഇതൊന്നും ശരീരമൊന്നും വഴങ്ങുന്നില്ല, ചേച്ചി ചെയ്ത് ശീലമില്ലല്ലോ, വരുന്നില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇപ്പൊ മോഹിനിയാട്ടം ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസിന്റെ ലെവലിലേക്ക് അത് ഉയർന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് മോഹിനിയാട്ടം അല്ല. ഇപ്പൊ നമുക്ക് അറിയാലോ, ഇപ്പൊ കൈ ഇപ്പം ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇത് ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എത്ര പഠിപ്പിച്ചു തന്നാലും എന്റെ തലയിൽ അത് കയറണമെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. എനിക്ക് അറിയില്ല. ഞാനത് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് അറിയില്ല. കൈ ഇപ്പൊ ഇവിടെ വെക്കണോ, ഇവിടെ വെക്കണം എന്ന് പറഞ്ഞാലും കളിക്കുമ്പോ എന്റെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അത് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഞാൻ അതേയല്ല എന്റെ ഏട്ടന് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഗുരുവായൂരപ്പൻ തന്നതാണ് ലൈഫ് എന്ന് പറഞ്ഞത്. ഇത്രയും പ്രശ്നങ്ങളും സ്ട്രഗിൾ ചെയ്തപ്പോഴും ഒരാളും നല്ലൊരു വ്യക്തി പോലും എന്റെ ജീവിതത്തിൽ എനിക്കൊരു ലൈഫ് തരാമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാരും എന്തിനായിരിക്കും വരുന്നത് അല്ലേ? പണം കണ്ടിട്ടോ അല്ലെങ്കിൽ ശരീരം കണ്ടിട്ടോ ആയിരിക്കും വരുന്നത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് കുടുംബജീവിതം എനിക്ക് മെയിനായിട്ട് എൻ്റെ മക്കളാ. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, മക്കൾ സേഫ് ആവണം. അവർക്ക് എനിക്കൊരു ഐഡന്റിറ്റി വേണം. അല്ലാണ്ട് എത്രയോ പേര് കല്യാണം കഴിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്, 2 കുട്ടികളായില്ലേ എന്നാണ് ഇങ്ങനെ ലിവിങ് ടുഗദറായി നിന്നാ പോലെ. അതൊരിക്കലും എനിക്ക് ശാശ്വതമല്ല. ഇതെന്താ ടെസ്റ്റ് ചെയ്തിട്ട് വിടാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊന്നും അല്ലല്ലോ. എനിക്കൊരു ലൈഫ് വേണം, കാരണം എനിക്കൊരു ഐഡന്റിറ്റി വേണം. ഇതെന്റെ ഭർത്താവാണ്, 4 ആൾ അറിയണം നമുക്കിങ്ങനെ ഫാമിലി ഉണ്ട്. അല്ലാണ്ട് ഞാനിങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് ഒരു കാര്യമില്ല. നാളെ പിറ്റേന്ന് മോള് കല്യാണം കഴിക്കുമ്പോ ഇതാര് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റണേ ചേച്ചി അല്ലേ? വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡാണത്. ഇതിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ദിവ്യ ഒരു കാര്യം മനസ്സിലാക്കും, നമ്മുടെ നാട്ടില് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും പറയാത്ത എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, വളരെ സെൻസിബിൾ ആണത്. എന്തിനാ കല്യാണം കഴിക്കുന്നത് ചോദിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, നമുക്കത് പറ്റൂല. എനിക്ക് 2 കുട്ടികളാണ്. എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ കളിക്കാൻ വേണ്ടി ഇല്ല, ഇനി ലൈഫ് ഇല്ല ചേച്ചി, തീർന്നു. നല്ലൊരു ലൈഫ് കംപ്ലീറ്റ് എന്റെ തീർന്നു അല്ലെ? ഞാൻ പറയുന്നത് അങ്ങനെയല്ല, പേടിച്ചിരുന്നു അങ്ങനെ. ഞാൻ പറഞ്ഞങ്ങനെയല്ല. ഞാൻ നല്ലൊരു ലൈഫ് ആഗ്രഹിച്ചിട്ട് അതെനിക്ക് കിട്ടിയില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു 32 വയസ്സ് ആ സമയത്താണ് ഞാൻ ഈ വേണ്ടാന്ന് വെക്കുന്നത്.
അത്രപോലെ എനിക്ക് ആ ലൈഫ് മൊത്തം പോയി. എനിക്കൊരു നല്ല ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നു, ഞാൻ കഷ്ടപ്പെടുന്നു. അപ്പോഴും മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. വീടില്ല, വാടക കൊടുക്കണം, അതടക്കണം, ഇതടക്കണം, കിട്ടുന്ന ചിലപ്പോ ഒരു മാസം വർക്കേ ഉണ്ടാവൂല, 2 മാസം ഉണ്ടാവൂല. ഈ സമയത്ത് ഞാൻ പറയുന്നു, എനിക്ക് എന്നെ ബിന്ദു അമ്മ, പത്തനംതിട്ടയിൽ ഇപ്പം ഏട്ടന്റെ വൈഫായിട്ട് ചെയ്യുന്ന ബിന്ദു അമ്മയാണ്. അത് ഞാൻ വന്ന് ചേച്ചി ഉണ്ട് ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോ 8,000 രൂപയാന്ന് തോന്നുന്നു അമ്മ എനിക്ക് ബിന്ദുമ്മ എനിക്ക് തന്നത്. കൊടുക്കാൻ പോലും എനിക്ക് പറ്റില്ല. 2,000 അങ്ങനെ ഞാൻ ചില്ലറാക്കിയിട്ട് പെൻഡിങ് വെച്ചിട്ടാണ് അന്ന് ഞാൻ കൊടുത്തു തീർത്തത്. ബിന്ദു ചേച്ചിക്ക് നമസ്കാരം. എനിക്ക് ഞങ്ങൾ പത്രമാറ്റ് ഓഫ് ഷൂട്ട് ടൈം ഉണ്ടല്ലോ, അപ്പോൾ കൂടുതലും പറയുമ്പോൾ ഞാനൊരു മൂത്ത മകനെ പോലെ, കാരണം ബിന്ദുമ്മയുടെ മകനേക്കാളും 1 വയസ്സ് വ്യത്യാസമാണ് എനിക്കുള്ളത്. ഞാൻ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ രാവിലെ അമ്മ എന്ന് വിളിച്ച് ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യം വരും. ഓ നീ നേരത്തെ വേറെ എവിടെയോ പോയോ എന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യം കാണിക്കുന്ന കൊച്ചുകുട്ടികളുടെ സ്വഭാവം. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, കൃഷ്ണ അവരിങ്ങനെ പറ്റിച്ചു, കൃഷ്ണ ഇവരിങ്ങനെ പറ്റിച്ചു. ഇങ്ങനെ പറയുമ്പോ ആ പറയുന്ന ഒരാളുടെ വായിന്ന് അവൾ പാവമാണ്, അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്ന് ദിവ്യയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ എന്നോട് പറയുന്ന പോലെയല്ലേ ഞാൻ കാണും. തീർച്ചയായിട്ടും. അപ്പൊ അത് അത്രത്തോളം വിശ്വാസവും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. അന്നുവെച്ച് നമുക്ക് പെൻഡിങ് ആവുമല്ലോ പൈസ, നമുക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടാൻ ലേറ്റ് ആവും, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു ആ സെറ്റിൽ അല്ലെ. അപ്പോഴാണ് എനിക്ക് ടെൻഷൻ ഇങ്ങനെ, അപ്പോഴാണ് ബിന്ദു എനിക്ക് തന്നത് ആ പൈസ. ഒരിക്കലും ഞാൻ മറക്കൂല അത്. അതുപോലെ തന്നെ ദിവ്യ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ബ്യൂട്ടീഷ്യൻ ബ്രൈഡലിനൊക്കെ പോവും അങ്ങനെയൊക്കെ. പിന്നെ പെയിൻ ഗസ്റ്റുകളെ നിർത്തിച്ചു. കാരണം പെയിൻ ഗസ്റ്റുകൾ നിർത്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് ആളാവണം. ഞാൻ ലേറ്റായിട്ട് വീട്ടിലെത്തിയാലും മക്കൾക്ക് കുട്ടികളുണ്ടല്ലോ, ഈ ചേച്ചിമാരി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് പ്രിൻസി എന്ന് പറഞ്ഞ കുട്ടീനെ കുറിച്ചാണ്. പ്രിൻസി, മേഘ, ഇവരെ കുട്ടിയുടെ പേര് പെട്ടെന്ന് മറന്നു വരാം. അപ്പൊ ഈ പ്രിൻസി എന്ന് പറഞ്ഞ കുട്ടി അത്ര ഇവരെ അങ്ങനെയായിരുന്നു ചേച്ചി. ഞാൻ വീട്ടിൽ പോയി നിൽക്കും, അവള് വന്ന് നിൽക്കും, അമ്മേന്ന് വിളിക്കും. ആ ഒരു തന്നെയായിരുന്നു മക്കൾക്ക് അത്ര. അതുകൊണ്ട് ഞാൻ ഒരു 4 കുട്ടികളെ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിർത്തി. അവര് തരുമല്ലോ ചേച്ചി, നമുക്ക് വർക്കില്ലെങ്കിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. നമ്മൾ ഉണ്ടാക്കുന്നതിൽ കുറച്ചധികം ഉണ്ടാക്കണം. അവർക്ക് നമ്മളെ വീട് പോലെ തന്നെ അവർക്ക് എടുത്ത് കഴിക്കാം. അത് എനിക്ക് ആശ്വാസമാണ്. ഞാൻ ഷൂട്ടിനും പോയിട്ട് വരുമ്പം എൻ്റെ മക്കൾക്ക് വീട്ടിൽ ആളുണ്ട്, കൂടെ പുറപ്പുകളെ പോലെ ആളുണ്ട്, 2 വാക്ക് പറഞ്ഞു കൊടുക്കാൻ അതിന് ആളുണ്ട്. പക്ഷെ അവരൊക്കെ വലിയ പഠിക്കുന്ന മക്കളാ, എനിക്കതില്ല. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഇല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞത് നന്ദു എനിക്ക് പറഞ്ഞു കൊടുക്കാനോ അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷും ഇതെല്ലാം പഠിക്കുമ്പോൾ എനിക്ക് വിഷമാണ്. ഞാനിങ്ങനെ ആയതുകൊണ്ടല്ലേ എൻ്റെ മക്കൾ ഇങ്ങനെ ആയത്. ദിവ്യ കരയരുത് ദിവ്യ ഭാഗ്യവതിയാണ്. അത്രയും വേദനകൾ അനുഭവിച്ചിട്ട് അവസാനം ദിവ്യക്ക് ഗുരുവായൂരപ്പൻ വിളിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഇത്രയും നല്ല ഒരു ജീവിതം തന്നത്. ഇനി കരയരുത്, ദയവേത് ഇനി കരയരുത്. അതില് ഞാൻ ലെറ്റ് മീ ആഡ് സംതിങ്. നമുക്ക് തിരുക്കുറലില് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈன்ற പൊഴുതൻ പെരുതുവക്കം തൻ മകൻ സാൻറോൺ എന്ന് കേട്ടതായി. ഒരു അമ്മയ്ക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ വലുത് ആ മകൻ അല്ലെങ്കിൽ ആ മകൾ നല്ലവളാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ്. തീർച്ചയായും. അപ്പോ അതില് എൻ്റെ മക്കൾ അങ്ങനെ വളർന്ന് കുഞ്ഞുമോക്ക് നല്ല പേര് എടുത്തു കൊടുക്കും എന്ന് എനിക്ക് തീർച്ചയുണ്ട്. കാരണം അത്രത്തോളം ജീവിതത്തിൽ കുഞ്ഞുമോൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഞാൻ ദേവിയോട് മോനോട് ഞാൻ ചോദിക്കാറുണ്ട്, നീ ഇപ്പോൾ ഈ ചെലവാക്കിയത് എത്ര ആണെന്ന് അറിയാമോ? ഇപ്പൊ ഇത്ര പാക്കറ്റ് പാല്, അതായത് ഇത്ര ദിവസം പാല് വീട്ടിൽ വാങ്ങിക്കുന്ന അത്രയുമാണ് ഇത് ചെലവായി പോയത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മേ ബി ഹീസ് ഗെറ്റിംഗ് ടു അണ്ടർസ്റ്റാൻഡ് എനിക്ക് ഈ അമ്മ എന്താണ് എന്ന് അവർ മനസ്സിലാക്കണം. പലപ്പോഴും ഇക്കാലത്തെ കുട്ടികൾക്ക് അമ്മമാരെന്ന് പറയുന്നത് അവർക്കൊരു ഇറ്റ്സ് മോർ ലൈക്ക് എ പിൻകുഷൻ. അവരുടെ ദേഹത്ത് വരുന്ന സൂചിനെ കുത്തി മാറ്റാനുള്ള ഒരു പിൻകുഷൻ മാത്രമായി പോകുന്നു അമ്മമാര്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഈன்ற പൊഴുതിൻ പെരുതുവക്കം തൻ മകൻ സാൻറോൺ എന്ന് കേട്ടതായി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ജനിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തിനേക്കാൾ കൂടുതൽ ഏത് ഗുരുവായൂരപ്പന്റെ മുന്നിലാണോ ഞാൻ എന്നെ പ്രഗ്നന്റ് ആണെന്ന് അമ്മയെ അറിയാതെ ചെന്ന് പ്രാർത്ഥിച്ച ആ സമയത്ത്, അങ്ങനെയാണ് എനിക്ക് കൃഷ്ണൻ എന്ന് പേരിടുന്നത്. ഗുരുവായൂർ വെച്ചിട്ടാണ് അമ്മ അറിയുന്നത്. അപ്പൊ ആ സന്തോഷം എൻ്റെ മകള് കൃഷ്ണനായിട്ട് ഇന്നലെ കളിച്ച ഡാൻസ്, കുഞ്ഞുമോൾ ഇന്നലെ കളിച്ച ഡാൻസ്, അത് കണ്ട് അമ്മയ്ക്ക് പണ്ട് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ചെലങ്ക വാങ്ങിച്ചു. ഞാനത് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ലൈഫിൽ ഒരു ഫുൾ സർക്കിൾ വരണം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് ചെലങ്ക എടുത്ത് കൊടുക്കാനുള്ള ഒരു അവസരം അത് എൻ്റെ കുഞ്ഞുമോളും
സാധിപ്പിച്ചു. മോളും സാധിച്ചു. അത് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തില് നമ്മൾ എല്ലാരും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതിലെത്തി. അതേപോലെ കുഞ്ഞുമോക്ക് എന്താ കുടിക്കാൻ വേണ്ട ജ്യൂസ് വേണം എന്ന് പറഞ്ഞ് ജ്യൂസ് വാങ്ങിച്ച് വരുന്ന സമയത്ത് ഒരു ബോട്ടിൽ റോസ് മിൽക്ക് വാങ്ങിച്ചു കൊടുത്തു. കാരണം അമ്മ പണ്ട് ഹോട്ടലിൽ വന്നിട്ട് റോസ് മിൽക്ക് കുടിക്കാമായിരുന്നു പറഞ്ഞ് കരഞ്ഞൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ബുക്കിൽ. അപ്പോ എനിക്ക് ദീസ് മൂമെന്റ്സ് ആർ വെരി സ്പെഷ്യൽ ടു മീ. കുഞ്ഞുമോൾ എനിക്ക് തരുന്നത് എന്താണെന്ന് കുഞ്ഞുമോൾക്ക് അറിയില്ല. കാരണം ഞാൻ ഒരു ആയുഷ്കാലം മുഴുവനും ഞാൻ ലോകം മുഴുവനും എല്ലാവരുടെ എല്ലാ ഋഷിമാരുടെ സന്യാസിമാരുടെ തെണ്ടിയാലും കിട്ടാത്ത സന്തോഷം ചുമ്മാ ഇങ്ങനെ ഒരു പ്ലാറ്റർ വെച്ച് തരികയാണ് കുഞ്ഞുമോൾ. അപ്പൊ അത് എന്താണെന്നുള്ളത് മേ ബി ഷി വിൽ അണ്ടർസ്റ്റാൻഡ് ലേറ്റർ. അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ കിട്ടാനൊന്നുമില്ല, ഒന്നും കിട്ടാനില്ല. ക്രിസ് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്ത പോലെ ജീവിച്ചിരുന്ന ആളായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഈ ബാക്കി കുഞ്ഞുമോളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കാനോ സമയം കണ്ടെത്തിയ ആ മഹത് വ്യക്തികൾ, ഞങ്ങളുടെ ജീവിതം പഠിപ്പിച്ച ആൾക്കാർ, അവരുടെ ലൈഫിലൊന്നും ആലോചിച്ചു. സത്യം, അവരെന്റെ ഗുരുക്കന്മാരാണ്. ഈന്ദ്ര പൊഴുതൻ പെരുത്തുവക്കം തൻ മകൻ സാൻട്രൂൺ എന്ന് കേട്ട ഞങ്ങളുടെ വായിൽ നിന്ന് പറയുന്ന ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ അച്ഛനമ്മമാർക്ക് അത് മാനക്കേടാണ്. അവർ ചെയ്തത് തെറ്റാണ്. അവരുടെ കാർമിക് സൈക്കിൾ ആലോചിക്കുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് വിഷമം തോന്നും. കാരണം അവരിനി എത്രത്തോളം കഷ്ടപ്പെടാൻ പോകുന്നു എന്ന് അവർക്ക് അറിയില്ല. തിരിച്ച് കാരണം അത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും ഞങ്ങളുടെ മക്കളെയും. എന്റെ മോക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ പെടഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോ അവിടെ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്ന ആകെ ഒരു കാര്യമുള്ളൂ, ഞങ്ങൾ രണ്ടുപേരും അടുത്തുണ്ടാവണം, കൈ. എന്റെ മോന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സൂചി കാണുമ്പോൾ പേടി വരുമ്പോൾ വിളിക്കുന്ന എന്നെയാണ്. ഞാൻ ഈ വഴക്ക് പറയണ ഞാനാണ്. ഞാൻ എന്റെ മോനെ വഴക്ക് പറയുന്ന സ്നേഹം കൊണ്ട് വഴക്ക് പറയണതാ. പക്ഷെ അവന് സൂചി കണ്ട് പേടിക്കുമ്പോ എന്നെ തന്നെയാ വിളിക്കുക. അപ്പൊ ഞാൻ പറയടാ ഇത് എന്തോന്ന് പോവാൻ എന്ന് ചിരിച്ചു കളയുമ്പോൾ ഹിൽ ബി ഓക്കെ. അപ്പൊ എവിടെയോ എനിക്ക് കിട്ടുന്ന ഈ സന്തോഷം. അച്ഛൻ ഹീസ് ഓൾമോസ്റ്റ് ഇപ്പൊ 86 അമ്മ 74. അപ്പൊ ആ പ്രായത്തില് അവര് രാത്രി 10 മണി വരെ ആ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ലൈഫ് ഫുള്ളായി. അമ്മ പണ്ട് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് ചെലങ്ക വാങ്ങിച്ച് എൻ്റെ കുഞ്ഞുമോളും മോളും ഒരേ സ്റ്റേജിൽ, ഒരാൾ കൃഷ്ണനായും ഒരാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതും ചെയ്ത് അവിടെ തന്നെ എനിക്കും പാടാൻ പറ്റി. ഞങ്ങൾ ഫാമിലിയായിട്ട് അവതരിപ്പിച്ച ആ പ്രോഗ്രാം ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ട് നിൽക്കുമ്പോൾ അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ വന്ന് ഫോട്ടോ എടുക്കാൻ വരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. രാത്രി 10 മണിക്കാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില് അല്ലേ? അപ്പൊ അതിനേക്കാളും ഞാൻ പറയുന്നത് എന്റെ വേറൊരു കഥയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് വന്ന് സംസാരിച്ച് ഒരു നമ്പ്യാർ, കണ്ണൂർക്കാരനാണ് അദ്ദേഹം. ഞാൻ അപ്പൊ ബെനസിൽ ഭുട്ടോന്റെ ഇന്റർവ്യൂ മുഴുവനും അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു സിനിമ തുടങ്ങാറായ അച്ഛനുണ്ട്. ഓ ക്രിസിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അച്ഛനെ ക്ഷയിക്കാനെടുത്തപ്പോൾ അച്ഛന്റെ കണ്ണിൽ കണ്ടൊരു തിളക്കം എനിക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ്. ഗുരുത്വം അതാണ് ഉണ്ടായത്. ആ കണ്ണിലെ തിളക്കം ഇന്നലെ എന്റെ മോളെ കണ്ടിട്ട് അച്ഛന്റെ കണ്ണിൽ ഞാൻ കണ്ടു. മുത്തശ്ശന്റെ കണ്ണില് എന്റെ കുഞ്ഞുമോള് കളിച്ചിട്ട് നന്നായിരുന്നു, വിഷമിച്ചു കഴിഞ്ഞപ്പോൾ മുതുകത്തെ തട്ടിയിട്ട് വിഷമിക്കണ്ട എന്ന് അച്ഛൻ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്റെ ലൈഫ് ഞാൻ നന്നായി ജീവിച്ചു. അമ്മയും അങ്ങനെ തന്നെ. ഇന്നലെ മോളുടെ ഒത്തിരി ഇഷ്ടമായിരുന്നു കൃഷ്ണന്റെ വേഷം ഒന്ന് കെട്ടിയിട്ട് ഡാൻസ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പൊ അത് ഇന്നലെ സാധിച്ചു. മോള് ഒരു സ്റ്റേജിൽ തന്നെ എനിക്കും മോൾക്കും ഒന്നിച്ച് അത് ചെയ്യാൻ പറ്റി. അത് അമ്മ അത് അത്രയും ഫീൽ അമ്മക്ക് ഉള്ളിന്റെ ഉള്ളിൽ ആ എവിടെയോ നമ്മൾ കൊടുത്ത സ്നേഹം ആണ് അവിടെ കാണിച്ചത്. മോളെ ഹഗ് ചെയ്തു, കരഞ്ഞു. ഞാൻ കണ്ടു എന്റെ കൃഷ്ണനാന്ന് പറഞ്ഞ് മോളെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. എന്നെ വിളിക്കുമ്പോൾ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ കരഞ്ഞു. നമുക്ക് പറയാൻ വാക്ക് കിട്ടുന്നത് ഫോണിൽ കൂടെ ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്കാ വിളിക്കുന്നത്. ഇത് ദിവ്യ ഇത് പറയുമ്പോഴുണ്ടല്ലോ ദിവ്യ, ഈ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ ചിന്തിക്കുന്നവരാന്ന് പറഞ്ഞല്ലോ. അവര് കുറെ പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് കൃഷ്ണന്റെ അമ്മയും അച്ഛനും ഈ മരുമകളെ അവർക്ക് കൃഷ്ണന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുവാണോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഉള്ള ഉത്തരമാണ് ഇപ്പോ ദിവ്യ പറഞ്ഞത്. അല്ലെ അമ്മക്ക് ശരിക്കും ഇതിന് വരുന്നില്ല. ഞാൻ ഏട്ടനോട് പറയുമ്പോ എനിക്കത് സങ്കടം വരുന്നു. അമ്മ കരയുന്ന. അപ്പൊ അമ്മ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഒരു നല്ലൊരു മരുമോളെ അല്ലെങ്കിൽ മോളെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ആ അമ്മ പറയുമ്പോൾ തൊണ്ടയിടറുന്നത്. ഞാൻ നേരെ മറിച്ച് എന്തിനെങ്കിലും ഒരു വാശി പിടിക്കോ ഞാൻ ദ്രോഹിക്കുകയോ ചെയ്ത ഒരാളായിരുന്നെങ്കിൽ അമ്മേന്റെ മനസ്സ് ഒരിക്കലും ഇടറൂല. ആ അമ്മ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്ന സന്യാസ ജീവിതത്തിലേക്ക് പോയ എന്റെ മോനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് തന്നെ സാക്ഷാൽ ലളിതയായിട്ട് വന്നു അതാണ് പറഞ്ഞത്. അതിനെക്കാട്ടിലും എന്റെ ജീവിതം ലളിതമാക്കാൻ വന്നു എന്ന് പറയാം. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. അതിനെ സിമ്പിൾ ആക്കാൻ വന്ന ആളാണ്. ആ അമ്മേന്റെ മനസ്സെത്ര ആ സമയത്ത് വേദനിച്ചിട്ടുണ്ടാവുന്നതാണ്. ആ ഒരു മോന്റെ ലൈഫ് ഇങ്ങനെ പോയില്ലേ
എന്റെ മോൻ ഞാൻ സന്യാസത്തിലേക്ക് അച്ഛന്റെ പോയില്ലേ? എന്തായിരുന്നു ആ സമയത്തുള്ള ഞാനൊരു വലിയ ഗുരുവായൂരപ്പ ഭക്ത കേട്ടോ. അതുകൊണ്ട് എനിക്ക് എത്ര പ്രാവശ്യം അല്ല, കൃഷ്ണ ഞാൻ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ എന്ന് ഞാൻ വിളിച്ചാൽ സന്തോഷം കൊണ്ടാ ഞാൻ ഗുരുവായൂരപ്പനോട് ഒരു ക്രിസ് കാര്യം എന്ന് മാറി പറഞ്ഞുള്ളൂ. കൃഷ്ണ എന്ന് ഇപ്പൊ വിളിച്ചത്. അല്ല, ഗുരുവായൂരപ്പനോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ ഇപ്പോഴൊന്നും കാണാൻ വരുന്നില്ല, പ്രോഗ്രാം എല്ലാം കഴിഞ്ഞോട്ടെ, ഞാൻ കാണാൻ വരാം. ഉം. സന്തോഷമായി എന്നുണ്ടെങ്കിൽ പറയാം. ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പോയി ഇന്ന് കണ്ടില്ലേ? അല്ല, അപ്പൊ അതില് ഉം. രാത്രി 1:30 ഞങ്ങൾ കിടക്കുമ്പോൾ രാവിലെ അച്ഛനും അമ്മയ്ക്കും 4:30 സ്റ്റേഷനിൽ പോകണം. ഉം. അപ്പൊ ഞാൻ കുഞ്ഞോട് പറഞ്ഞു, നമുക്ക് അലാം വെച്ചിട്ട് ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാം, നീ റെഡി ആയിക്കോ, 5 മണിക്ക് നമുക്ക് തൊഴാൻ പോവാം. അച്ഛനമ്മയും സ്റ്റേഷനിൽ കൊണ്ട് വിട്ട് ഞാൻ തിരിച്ചു വന്ന് അവിടെ ഗുരുവായൂരപ്പനെ കാണാൻ പോയപ്പം എനിക്കൊരു ട്രാങ്ക്വൽ മൊമെന്റ്, ഗുരുവായൂരപ്പനുമായിട്ട് ഒരു ട്രാങ്ക്വൽ മൊമെന്റ്. യെസ്, അതിന് മുന്നേ എനിക്ക് ഉത്തരം തന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി മക്കള് തിരിച്ച് നാട്ടിലേക്ക് പോവാ, അപ്പൊ അവര് വീട്ടിലേക്ക് സേഫായിട്ട് പോകണം എന്നുള്ളത് എൻ്റെ ഒരു കൺസേൺ ആണ്. അപ്പൊ ദിലീപ് വണ്ടി ഓടിക്കുന്ന ദിലീപിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, ദിലീപ് എന്തുണ്ടെങ്കിലും രാത്രി ഏത് സമയമാണെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ ഉറങ്ങാന്നൊന്നും നോക്കണ്ട, വിളിക്കണം. ഫ്യൂൽ അടിക്കാൻ എന്താണ് എന്താ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കെല്ലാം ശരിയാക്കാം, ഇവര് സേഫായിട്ട് വീട്ടിലെത്തണം. അത്രത്തോളം എനിക്ക് ട്രസ്റ്റ് ഉള്ളതാണ് ദിലീപിന്. കാരണം ദിലീപിന് 2 മക്കളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞപ്പം ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഡോൾ ഞങ്ങൾ ഗെയിം കളിച്ചാക്കി കൊടുത്തു കഴിഞ്ഞപ്പം ദിലീപിന് അതൊരു വലിയൊരു മൊമെന്റ് ആണ്. അപ്പോൾ രാത്രി പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു തട്ടുകടയിൽ ദോശ ഓർഡർ ചെയ്തിട്ട് എൻ്റെ മോള് ആ ദോശ എടുത്തിട്ട് ഷീ കെയിം ആൻഡ് സെഡ് താങ്ക് യു. അപ്പൊ എൻ്റെ മോൾ അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ കോഫി ഹൗസിൽ ഒരിക്കൽ ഞാൻ എൻ്റെ മോക്ക് ഞാൻ ഒരു വായ അങ്ങനെ കൊടുത്തപ്പോ 2 പേരും കൂടെ പൊട്ടിക്കരഞ്ഞത് എന്തിനാന്ന് എനിക്കറിയാം. മനസ്സിലായി, എനിക്കറിയാതെ. അപ്പൊ അവിടെ ഗുരുവായൂരപ്പൻ പറയുന്നത് വേറെ രീതിയിലാണ്. എന്നെ കളിയാക്കുന്നവരും കുഞ്ഞുമോളെ കളിയാക്കുന്നതും ഈ രോഗികളുടെ അടുത്തൊന്നും ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് ബേസിക് ആയിട്ട് ഒരു സാധാരണ സാമാന്യ ബുദ്ധി, മനുഷ്യന്റെ ഒരു തിരിച്ചറിവ്, ഒരു കോമൺ സെൻസ് അത്ര പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഈ സമയം ചെലവഴിച്ചിരുന്ന് ഈ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ. Let them do it. ഇനിയൊരു I pity them. ലൈറ്റ് ആയിട്ടൊരു കാര്യം ചോദിക്കണം എനിക്ക് ക്രിസിനോട്. ഇത്രയും ക്രിസ് പറഞ്ഞു, ഞാനും ഇമോഷണൽ ആവുന്നു. നിങ്ങൾ രണ്ടുപേരെയും പേഴ്സണലി അറിയുന്നതുകൊണ്ടാണ് എനിക്കും അത് ഫീൽ ചെയ്യുന്നത്. ക്രിസ് ചെറുപ്പത്തിൽ എല്ലാം തികഞ്ഞിട്ടുള്ള, നേരത്തെ പറഞ്ഞ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ക്രിസിന്റെ മനസ്സിൽ ഒരു ഭാര്യ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായപ്പോ എന്തൊക്കെയായിരുന്നു? അതൊന്ന് മാറിയിട്ടുണ്ടോ ഇപ്പോ? ഭാര്യയാണ് ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന ആ ലെവലിൽ തന്നെ പറയാം. ഔട്ട് ഓഫ് മെച്യൂരിറ്റി മേ ബി എന്റെ ലൈഫ് ഞാൻ കണ്ടതിലായിരിക്കാം. മലയാള ഭാഷയിൽ ഭ എന്ന് വെച്ചാൽ വെളിച്ചം. അപ്പോൾ ഭ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഭയം എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാതാകുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് ഭയം. രാ എന്ന് വെച്ചാൽ ഇരുട്ട്. അതുകൊണ്ടാണ് 3 യാമങ്ങളിൽ ഇരുട്ടുള്ളത് കാരണം രാത്രി എന്ന് വിളിക്കുന്നത്. യ എന്ന് പറഞ്ഞാൽ ആരാണോ. അപ്പൊ ഇത് ചേർത്ത് കഴിയുമ്പോൾ ഭ ര യ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഭാര്യ എന്നുള്ള വാക്ക് മലയാളത്തിൽ അർത്ഥം ഇരുട്ടിലും വെളിച്ചത്തിലും കൂടെ ഉണ്ടാകുന്നവൾ ആരോ അവൾ മാത്രമാണ് ഭാര്യ. ഇരുട്ട് വരുമ്പം നീ നോയിക്കോ എന്ന് പറഞ്ഞ് പൊടിയും തട്ടി പോകുന്നവളല്ല. അല്ല, വെളിച്ചം വന്നപ്പോ അയ്യോ നീ മാത്രമാണ് എല്ലാം എന്ന് പറയുന്നവളല്ല. എന്റെ കുഞ്ഞുമോള് വിഷമം വരുന്ന സമയത്ത് എന്നെ വഴക്ക് പറയാനും അറിയാം, സ്നേഹമുള്ള സമയത്ത് എന്നെ സ്നേഹിക്കാനും. പിന്നെ ദേഷ്യപ്പെടല്ലേ ഞാൻ പറഞ്ഞേ, ഈ ചില സമയത്തുണ്ടല്ലോ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഈ റെസ്പെക്ട് കൂടിയിട്ട് വഴക്ക് പറയാൻ ഭയപ്പെടും. അതല്ലാതെ അങ്ങനെയല്ല, ഇപ്പൊ ആവശ്യമില്ലാത്ത അങ്ങനെയല്ല. ഏട്ടൻ ഫുൾ ടൈം വർക്കല്ലേ, റെസ്റ്റ് എടുക്കുകയേ ഇല്ല. അപ്പൊ ഞാന് അവിടെ ശരിയായ പുറത്തേക്ക് വന്നു. നമുക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിലും ഏട്ടൻ കഷ്ടപ്പെടുന്നതിന് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഏട്ടൻ അത് എടുക്കരുത്. ഏട്ടൻ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ ഓവറായിട്ട് ചെയ്തു കൊടുക്കേണ്ട? നമുക്ക് കഷ്ടപ്പെടുന്ന, നമുക്കിപ്പോ ഒരു കുടുംബമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നതാ, നമ്മൾക്ക് ഏട്ടൻ ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യം ഏട്ടൻ ഇത്രയും ഏട്ടന് രാവിലെ തൊട്ട് രാത്രി വരെ പണി 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 പണി. അപ്പം നമ്മളിപ്പോ ഏട്ടൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് കുറെയൊക്കെ അറിയാം, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചല്ലേ ജീവിക്കുന്നൊക്കെ ആക്കിയ കുറെ ഞരമ്പ് രോഗികളുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താ അറിയോ, നമുക്ക് എന്താണ് എപ്പോഴും അവരവരുടെ ജോലി അവരവരെടുക്കട്ടെ. നമുക്ക് താങ്ങായും തണലായും കൂടെ വേണം. ഏട്ടൻ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ കൂടെ വേണം, എനിക്കെന്തെങ്കിലും വരുമ്പം മക്കൾക്ക് എന്തെങ്കിലും വരുമ്പോൾ ഏട്ടൻ നമ്മൾ കൂടെ വേണം. അതാണ് എൻ്റെ. അല്ലാണ്ട് നമ്മൾ എപ്പോഴും ഇവര് ഉദ്ദേശിക്കുന്നൊക്കെ വേറെയാ. നമുക്ക് അതല്ല ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ 22, 23 വയസ്സുള്ള പെൺകുട്ടി 30 വയസ്സിൽ താഴെയുള്ള ഒരു പുരുഷനും കല്യാണം കഴിക്കുന്ന പോലെ അല്ല 40 വയസ്സെത്തിയ ഒരു സ്ത്രീയും 49 വയസ്സെത്തിയ ഒരു പുരുഷനും കല്യാണം കഴിയുമ്പോൾ കുറേം കൂടി ലൈഫിനെ കുറച്ചും കൂടി ബ്രോഡർ പെർസ്പെക്റ്റീവില് കാണാനും, അത് മാത്രമല്ല മെച്യൂർഡ് ആയിട്ട് കാണാനും പറ്റും. അതെ, നമുക്ക് ലൈഫ് അതെല്ലാം ആലോചിക്കുന്നത്. നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന എന്തിനാ, നമുക്ക് വേണ്ടിയിട്ട് തന്നെ അറിയാം. അപ്പൊ ഞാൻ ഇത്രയും ഞാൻ ഏട്ടൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏട്ടന്റെ വീട്ടിലോട്ട് പോവില്ല.
കാരണം അത് അവിടെ ഏട്ടൻ ലാബിലെ പരിപാടിയാണ്, മീൻസ് ലാബ് എന്നല്ല, ആ വർക്കിന് ഏട്ടന് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ഞാൻ പോയാൽ അത് തടസ്സമാവാൻ പാടില്ല. കാരണം ഏട്ടൻ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, മറ്റുള്ളൊരു കാര്യക്കും വേണ്ടിയല്ല. അപ്പൊ ഏട്ടൻ അതിനും പുറമെ ഒരുപാട് ടെൻഷൻ തലയിൽ കയറ്റി വെക്കും. ഇഷ്ടംപോലെ ഉണ്ട്, എന്നാലും തലയിൽ കയറ്റി ഒരുപാട് വെക്കുമ്പോ കുറച്ച് ഈ ഒരു വഴക്കും ഈ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് അത് ആവശ്യമായിരുന്നു, ക്രിസ്റ്റിന് അത് ആവശ്യമായിരുന്നു. അങ്ങനെയല്ല, നേരത്തെ അങ്ങനെ ഒരു ഭാര്യ അങ്ങനെ ഞാൻ പറയാൻ അമ്മയുടെ അടുത്ത് അതിലൊരു സന്തോഷം ഇല്ലേ? ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് കൊടുത്ത ബുക്കിനകത്ത് ഒരു വരിയുണ്ട്, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം അത് നീയാണ്. അല്ലെങ്കിൽ 86 വയസ്സായ അച്ഛൻ, 74 വയസ്സായ അമ്മ, അവര് രാത്രി 10 മണിയായ അവർ ഉറങ്ങിപ്പോവും. ഞാൻ രാവിലെ വരെ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ അവരറിയില്ല. എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ അവർക്ക് രാവിലെ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ, കാരണം അവർക്ക് പ്രായമായി. എനിക്ക് വീട്ടിലേക്ക് വരാൻ എൻ്റെ 10 വയസ്സായ മോൻ, അവന് വേണ്ട ഒരു കാര്യം എന്താണ്, അതെനിക്ക് ചെയ്യണം. എൻ്റെ മോക്ക് കോളേജിൽ പോകുമ്പോൾ ഇനി എന്താ ആവശ്യം, എൻ്റെ കുഞ്ഞുമോക്ക് ഇനി നാളെ എന്താണ് ആവശ്യമുള്ളത്, എൻ്റെ വീട്ടിൽ സെറയും സെറയുടെ കുട്ടികളും ഓക്കെ ആണോ എന്നൊക്കെ ചിന്തിക്കാൻ എനിക്ക് കുറേ ചിന്തകൾ തന്നിട്ടുള്ളത് തന്നെ വലിയ അനുഗ്രഹമല്ലേ? അതിൽ കൂടുതൽ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? പിന്നെ നമ്മൾ എത്ര ഞാൻ പറഞ്ഞത്, ആ സമയത്ത് ഏട്ടി വേണ്ടാത്ത വർക്കൊക്കെ എടുക്കുമ്പം റെസ്റ്റ് എടുത്തൂടെ, അതേ ചോദിച്ചിട്ടില്ല. അല്ല അത് കുഴപ്പമില്ല. അല്ല അതുണ്ടല്ലോ ദിവ്യ, ഈ ചോദിക്കുന്ന ക്രിസ് എൻജോയ് ചെയ്യണ്ടോ ഉള്ളിൽ കൂടി ഇല്ലേ? ഇപ്പൊ വേണ്ടാത്ത വർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ അമ്മയും ചോദിക്കാറുണ്ട്. ഞാന് ഒരു 2018, 2019 കാലഘട്ടം തൊട്ട് ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അതെ. അപ്പോൾ ഈ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അത് വളരെ ഹൈലി പെയ്ഡ് പ്രൊഫൈലുള്ള ഒരു ഫീൽഡായി മാറിക്കഴിഞ്ഞു. അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് എന്ത് സംഭവിക്കും എന്നറിയാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യാസം വന്നത് എൻ്റെ ഒരു വൺ ഓഫ് മൈ പേഷ്യൻസ്, ഒരു കൊച്ചു പയ്യൻ, അവൻ വന്നിട്ട് അവൻ്റെ വിഷമങ്ങൾ മുഴുവൻ പറഞ്ഞു. ആര് കേട്ടാലും തകർന്നു പോകും. 23 വയസ്സായ ഒരാൾക്ക് ഇത്രയും സ്ട്രെസ് ആവശ്യമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. സെഷൻ കഴിഞ്ഞു, ഹി ബിക്കെയിം ഓക്കെ. അന്ന് അവൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ 100 എടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ ഈ 100 രൂപയേ ഉള്ളൂ, ഞാൻ എന്താ ചെയ്യാം? ഞാൻ പറഞ്ഞു, മോനെ നീ പൊക്കോ, എപ്പോൾ നിനക്ക് ആവശ്യമുണ്ടെങ്കിലും ഈ ഡോറ് നിനക്ക് തട്ടി തുറന്നു വരാം, ആരും ചോദിക്കാൻ പോകില്ല. ഞാനില്ല എന്നുണ്ടെങ്കിൽ അച്ഛനമ്മ ഉണ്ടാവും, കയറി അകത്തിരിക്കാൻ എന്നെ വിളിക്കാം, ഞാൻ വരും. എൻ്റെ ബാക്കിയുള്ള പേഷ്യൻസിനോട് ഞാൻ പറയാനുള്ളത് അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഞാൻ ഉണ്ടാവാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതില്ല കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാം. നിങ്ങളുടെ മനസ്സ് ഓക്കെ ആവണം, അത് മാത്രമേ ആഗ്രഹം. അതിനുശേഷം ഞാൻ പൈസ വാങ്ങിക്കുന്നത് നിർത്തി. അതായത് മനസ്സിന് നമുക്ക് പൈസ പറയാൻ പറ്റില്ല. ചില ആൾക്കാർ പറയും, ഇല്ല ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ മുന്നിൽ വെച്ചോളൂ, അമ്മയ്ക്ക് പച്ചക്കറിക്ക് വാങ്ങിക്കാനുള്ള പൈസയായി, അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കാം, കുഴപ്പമില്ല. ഇല്ല ഒന്നും വേണ്ട, നിങ്ങൾ പൊക്കോളൂ. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയും, വാശി പിടിക്കേണ്ട കാര്യമില്ല, പൊക്കോളൂ. പക്ഷെ ക്രിസ്, അത് നമ്മളെ ചില സമയത്ത്, ഞാനും ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, അറിയാലോ, അപ്പൊ പലപ്പോഴും അതിന് മുതലെടുക്കുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് അവസ്ഥ അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം അത്രയാണെങ്കിൽ ചെയ്യാം. മീൻസ് മുതലെടുക്കുന്നത് ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ട്. എന്താ അറിയോ ദിവ്യ, ഈ ക്രിസ്റ്റിനൊക്കെ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്റെയും അനുഭവമാണത്. ഇപ്പൊ പല സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ കൗൺസിലിംഗിന് ചെല്ലുന്നവര് 1 മണിക്കൂറിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി 1000 രൂപ 2000 രൂപയായിരിക്കും. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ അവർ കട്ട് ചെയ്യാണ്, പിന്നെ അടുത്ത സെഷനിൽ വരാൻ പറയുന്നത്. ഈ മനസ്സെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് കഥ പറഞ്ഞ് നിർത്തി തുടരും, അടുത്ത ദിവസം പറയാമോ എന്ന് പറയില്ലേ, പറയാൻ പറ്റില്ല എപ്പോഴും. അപ്പോൾ ക്രിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് തുറക്കുന്നത് പറഞ്ഞ് തോർന്ന് തീരുമ്പോഴേ നിർത്താൻ പറയാൻ പറ്റുള്ളൂ. എന്റെ ഒരു സെഷൻ ഒരു സെഷൻ 6 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ഫോൺ പോലും അറ്റൻഡ് ചെയ്യാതെ 6 മണിക്കൂർ ഞാൻ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ച കേസസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ പിന്നെ കാണുന്നത്, അവർ ഓക്കെ ആയിട്ട് സമാധാനമായിട്ട് അവരെന്നെ മറന്നു പോകുന്ന ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ക്രിസ്, ഇത് ഞാൻ ആ ഒരു ജോലി ഞാനും ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അറിയാം. എന്റെ ഭർത്താവും ചിലപ്പോ എന്നെ വഴക്ക് പറയാറുണ്ട്, ഇത് എന്താണിത് എന്ന് ചോദിച്ചിട്ട്. അത് പറയാൻ ഒരാൾ വേണം വീട്ടിൽ. ഇതൊരു നല്ല കാര്യം എന്ന് പറയാം, പക്ഷെ അല്ലാണ്ടും ആരെങ്കിലും നമ്മിപ്പോ ഓപ്പണായിട്ട് വന്ന് ഇപ്പൊ ഒരു ഇനോഗ്രേഷൻ വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വിളിക്കുന്നു, അല്ലെങ്കിൽ സ്കൂൾ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തോ, അങ്ങനെ ഒരാളും വെറുതെ പോയിട്ട് ആർക്ക് ചെയ്തു കൊടുക്കില്ല. ഏട്ടൻ ചോദിച്ചേ അല്ല, എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറയും, ഏട്ട അത് റെസ്റ്റ് എടുക്കട്ടെ, കുറച്ച് റെസ്റ്റ് എടുക്ക്. പക്ഷെ ഞാനോ ശല്യത്തിന് പോലെ നമ്മൾ എന്താ ചോദിക്കാറിയാ, അത്ര ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അബദ്ധവശാൽ കുറച്ചു കാലമായിട്ട് ഞാൻ ഭഗവത്ഗീതയെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്തായാലും, ട്രാൻസ്ലേഷൻ ചെയ്ത് ഗോഡ് സ്പോക്ക് ദസ് എഴുതിയ സമയത്താണെങ്കിലും, അതിൽ റിസർച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും, ഞാൻ കണ്ടത് മുഴുവനും
അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഞാൻ എന്റെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം എവിടെ നിന്നാണെങ്കിലും തരും. ഞാൻ ഇവിടെ എനിക്ക് തരില്ല എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു എന്ന് അഹങ്കാരിക്കുന്ന ആൾക്കാര്, അവർക്ക് ആ പൈസ എവിടെ പോകുന്നു എന്നറിയില്ല, എനിക്കത് എവിടെ നിന്നാ വരുന്നു എനിക്കറിയില്ല. വരും. ഇത് ഞാനും ഇതേ പോളിസിയിലുള്ള ഒരാളാണ്. നമുക്ക് വരുന്നത് എവിടുന്നാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ദിവ്യ കാണുമ്പോ എന്തൊരു മണ്ടത്തരമാണെന്ന് ആലോചിക്കും. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വഴക്ക് പറയാൻ ഒരാള് വീട്ടിലുണ്ടാവണത് അത് നമുക്കൊരു സന്തോഷം. കഷ്ടപ്പാട് കാണുമ്പോൾ സങ്കടം കൊണ്ടായി പറയുന്നത്, ചീത്തയല്ല. നോർമലി പറഞ്ഞാലും അത് ഏട്ടൻ വിചാരിക്കും ഞാനെന്തോ അല്ലല്ല, അതൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, അതൊക്കെ അവിടെ മനസ്സിലാവുന്നുണ്ട്. ദിവ്യ ഇനിയും പറയണമെന്നാ ഞാൻ പറയാ. അങ്ങനെ ഒരാളുള്ളതാണ്, അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ഫുൾ റെസ്റ്റ് ഇല്ല അങ്ങനെ. അപ്പൊ അത് കാണുമ്പോ ഞാനിങ്ങനെ പറയാം, അമ്മയോടും ഞാൻ പറയും, അമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു എല്ലാരും തേക്കാൻ നിൽക്കുന്നവര് മാത്രമേ. അമ്മയോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, കുഞ്ഞുമോളോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, മക്കളോടും പറയാൻ പറ്റില്ല, അച്ഛനോടും പറയാൻ പറ്റില്ല. അപ്പൊ ശരി, അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനേ പറ്റുള്ളൂ. അല്ല, ഇപ്പൊ സത്യം പറഞ്ഞാൽ ക്രിസ് സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക. എല്ലാ വശത്തും സ്നേഹമാണ് അല്ലെ, സന്തോഷവും സ്നേഹമാണ്. അല്ല, ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്നേഹം കൊണ്ട് സ്വാതന്ത്ര്യം ഇല്ലാതായിട്ടുണ്ട്. ഞാൻ ഇന്ന് കൂടി പറഞ്ഞ എന്താ അറിയാ, ഞാൻ സത്യേട്ടനോട് ചോദിച്ചിരിക്കുന്നു, എനിക്ക് വർക്കില്ല, വർക്ക് കുറഞ്ഞു, നല്ലോണം കുറഞ്ഞു. എന്താ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല, വർക്ക് കുറഞ്ഞു. ഒന്നിക്ക് ഞാൻ അഭിനയിക്കാൻ അറിയാത്ത ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം, അല്ലല്ലോ. എന്നിട്ടും ബാക്കി പിന്നെ നമുക്കറിയാലോ. 2 ചാനലിന് ഞാൻ പോയി ഔട്ടായി. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ കാസ്റ്റിംഗ് എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്ത കാര്യമാണ്. അപ്പൊ എനിക്ക് വർക്ക് കുറഞ്ഞപ്പോ ആകെ സുഗമോദി ദേവി മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. അത് 2 ദിവസം 3 ദിവസം അത്രേ കിട്ടുള്ളൂ. ഒരു മാസത്തെ കാര്യമാണ്. ഞാൻ ചുമ്മാ ഇരിക്കുകയാണ് വീട്ടില് ചുമ്മാ അല്ല, വീട്ടിലെ പണിയുണ്ട്. ഞാൻ വീട്ടമ്മയായിട്ട് തന്നെയാണ്. അതന്നെയാണ് എന്റെ ആഗ്രഹം. അത് ഞാൻ തീർച്ചയായും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഏട്ടാ, ചിലവർ പറയൂല അങ്ങനെ ഒന്നും പറയാം. പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ശീലമില്ല. അതുകൊണ്ട് ഞാൻ എന്നോട് എപ്പോഴും പറയും, ഏട്ടൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടില്ല ഏട്ടാ, അത് വാങ്ങി ഇത് വാങ്ങിത്തരാം, ഞാൻ വാങ്ങിത്തരാന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും, ഏട്ടാ ഇല്ലല്ല ഏട്ടാ, ഏട്ടൻ തന്നെയല്ലേ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഏട്ടാ, എനിക്ക് പണിയുണ്ടെങ്കിൽ ഞാനും കൂടി ടെൻഷൻ. ഇന്ന് ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ പറഞ്ഞതാ, ഏട്ടാ അതിനെ അത് പോയില്ല ഏട്ടാ, ഇത് ഇത്ര ചെലവ്, പക്ഷെ ഞാനും കൂടി ഉണ്ടെങ്കിൽ ഞാനും കൂടി സഹായിക്കട്ടെ ആയിരുന്നില്ല ഏട്ടാ. ഇങ്ങനെ പറഞ്ഞോണ്ട് നീ ഭാര്യയായിട്ടിരുന്നാ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതെന്താന്നറിയോ ദിവ്യ, ക്രിസ് അതങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സ്ത്രീ ഭാര്യയായിരിക്കുക, അതാണ് ആവശ്യം. അതാണ് കഷ്ടപ്പെടുമ്പോ ഒരു ടെൻഷൻ. എനിക്ക് അറിയാം ഏട്ടന്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉള്ളുന്ന അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയും, നീ എന്നോട് പറഞ്ഞു അത് പറയല്ലേ, പൈസന്റെ പറയല്ലേ. ഞാൻ പറഞ്ഞല്ല ഏട്ടാ, ഒരു ജീവിതം കൊണ്ടുപോകണമെങ്കിൽ 2 നയിച്ചാലും ഇന്നത്തെ കാലത്ത് പറ്റുന്നില്ല. അപ്പൊ ഏട്ടൻ കഷ്ടപ്പെടുകയാണ് അതിന് വേണ്ടി. അതുകൊണ്ട് ഒരു മനസ്സിലൊരു വിഷമം, എന്റെ വർക്ക് പോയി, അതെങ്ങനെ പോയി എന്ന് അറിയുന്നില്ല. ആകെ ഇത്ര പോലെ വർക്ക് പോയി 2 ദിവസമൊക്കെ എങ്ങനെ പോകും, എല്ലാ കാര്യം ചെയ്യണം, മോളെ ഫീസ്, മോന്റെ ഇത് നോക്കണം, അങ്ങനെ ടെൻഷൻ. പറഞ്ഞു. എന്നാലും എന്തായാലും ദിവ്യ പറയുന്നിടത്ത് ദിവ്യ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റായ കാര്യമല്ലല്ലോ. നമ്മളൊരു ഫാമിലിയാണ്. അതായത് യൂണിറ്റ് ആയത് ഇതില് 4 വീലും ഒരേ ഡയറക്ഷനിലേ പോവാം. ഞാൻ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീൽ റൈറ്റിലേക്ക് മറ്റേ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 2ആയിട്ട് പൊളിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് മനസ്സിലാക്കാം. ഓക്കെ, അത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ചിലപ്പോ ജോലി ഇല്ലാണ്ടായിരിക്കാം കുറച്ചു നാളത്തേക്ക്, അത് കഴിഞ്ഞ് വീണ്ടും വന്നേക്കാം. അത് നേരെ തിരിച്ച് ഇപ്പുറത്തും വരാൻ കേട്ടോ ദിവ്യ. ഇപ്പൊ ക്രിസ്റ്റിന് കുറച്ച് ദിവസം പണിയില്ലാതെ വന്നിട്ട് ദിവ്യക്ക് പൈസ ഉണ്ടാവാം. അല്ല, എനിക്ക് ലൈഫ് അറിയുന്നോണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്തിനും കൂടെ ഉണ്ടാവും. കാരണം ഞാൻ ഒരു ലൈഫ് ആഗ്രഹിച്ച ഒരാളാണ്, സ്നേഹം ആഗ്രഹിച്ച ഒരാളാണ്. അതെനിക്ക് ഞാൻ ഇപ്പം പറഞ്ഞല്ലേ നല്ലോണം തരുന്നുണ്ട്. മക്കൾക്ക് നല്ലൊരു അച്ഛനായിട്ട്, നല്ലൊരു ഭർത്താവായിട്ട് ഏട്ടനുണ്ട്, നല്ലൊരു മോനായിട്ട് മോനായിട്ടും, ചേച്ചിക്ക് ആങ്ങളയായിട്ടും ഉണ്ട്, പുഷ്പ ചേച്ചിക്ക് സൗമ്യ ചേച്ചിക്ക് ഒരു ആങ്ങളയായിട്ടും എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ടും ദൈവത്തിന്റെ ഗിഫ്റ്റ്, ഗോഡ് ഗിഫ്റ്റ് എന്ന് പറയും. പക്ഷെ ഇനിയിപ്പോ നിങ്ങൾ രണ്ടും 2 യൂണിറ്റ് അല്ല, ഒരു യൂണിറ്റ് ഒറ്റ ഒന്നായി മാറി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാൻ പല കാര്യങ്ങളും പറ്റുന്നതാണ് എനിക്ക്. ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പോ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഞങ്ങളിപ്പോ ഫസ്റ്റ് ആനിവേഴ്സറി നമ്മള് ഒരാളെ മനസ്സിലാക്കാൻ 2 സെക്കൻഡോ 3 സെക്കൻഡോ മതി. അതിനുശേഷമുള്ളത് മുഴുവനും ആ അണ്ടർസ്റ്റാൻഡിങ് ശരിയാണെന്ന് പറയുന്നത് 1 വർഷമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായത്.
ആ ആദ്യത്തെ 2-3 സെക്കൻഡിൽ ഞങ്ങൾ തമ്മിൽ മനസ്സിലാക്കിയത്, അതായത് തീർത്ഥയാത്രയ്ക്ക് ഡ്രൈവറായിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവറായിട്ട് വേണ്ട എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ കുഞ്ഞുമോളും. അങ്ങനെയാണോ? അപ്പൊ ശരി. അങ്ങനെയുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിച്ച് സ്റ്റേജിൽ കയറാൻ പറ്റില്ല എന്ന് വാശി പിടിച്ച കുഞ്ഞുമോൾ ഒന്ന് ഗംഭീരമായിട്ട് സ്റ്റേജിൽ കയറും, സംസാരിക്കും, പാട്ട് പാടും. അതായത് സ്പീച്ചസ് സ്കൂളിൽ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു അമ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുമോക്ക് ഇപ്പോൾ ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി പ്രസന്റ് ചെയ്ത ഗിഫ്റ്റ് വളരെ നന്നായിരുന്നു. അത് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം. എൻ്റെ മോള് എത്ര ഭംഗിയായിട്ട് ഡാൻസ് കളിച്ചു എന്നുള്ളത് എൻ്റെ കുഞ്ഞുമോളുടെ മനസ്സാണ്. ആ മോൾക്ക് അങ്ങനെ കളിക്കണം എന്നൊരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. കാരണം അത്ര ഒരു ഗിഫ്റ്റഡ് ആയിട്ട് കൃഷ്ണനായിട്ട് എൻ്റെ മുന്നിൽ ഗുരുവായൂരപ്പനെ കാണിച്ചു തന്ന എൻ്റെ മകൾ. ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് യെസ്, അത്ര ഭംഗിയായിട്ട് മോക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ മോൻ്റെ കൊച്ചു കൊച്ചു പരിഭവങ്ങൾ കാണുമ്പോൾ എന്ത് ഞാൻ ചെയ്യാൻ പാടില്ല, ആസ് എ ഫാദർ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, അക്കയ്ക്ക് ലീവ് ഉണ്ടല്ലോ എനിക്ക് ലീവില്ല എന്ന് പറയുന്ന അവന്റെ കമ്പാരിസൺ. അപ്പൊ ഞാൻ ചോദിച്ചേടാ, നീ അങ്ങനെയാണെങ്കിൽ നീ BBA പഠിക്കിപ്പോ, നമുക്ക് 4ാം ക്ലാസ് നിർത്താം, നേരെ BBA പഠിക്കും. അത് പറ്റില്ല. ഞാൻ പറഞ്ഞ അതുപോലെയാണ് ചില. അപ്പോൾ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എൻ്റെ മകനെ പറഞ്ഞു കൊടുക്കാൻ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ അച്ഛൻ്റെ സമീപം ഞാൻ കുറെ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അച്ഛൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയും എൻ്റെ ചേച്ചിക്ക് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും മാത്രം വർക്ക് ചെയ്ത്, എനിക്ക് ഓർമ്മയുള്ള സമയം 1985 to 96 ആ കാലഘട്ടം മുഴുവനും അച്ഛൻ ചവറയിലേക്ക് രാവിലെ 5 മണിക്ക് ട്രെയിനിൽ പോയാൽ രാത്രി വേണാറിൽ തിരിച്ചു വന്ന് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ട്രെയിനിൽ പോകാനുള്ള സമയമാവും. സൺഡേ ഒരു ലോഡ് അക്കൗണ്ട്സും കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് കണക്ക് എഴുതുന്ന അച്ഛനെ കാണുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന ഒരു അച്ഛനെയല്ലേ ഞാൻ കണ്ട് പഠിക്കും. അത് തന്നെയാണ് ഞാൻ. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, അച്ഛന്റെ സിംപ്ലിസിറ്റിയുടെ 100% വരികയാണെങ്കിൽ ഞാൻ ഇന്ന് ലോകത്തെ ഏറ്റവും സിംപ്ലസ്റ്റ് മനുഷ്യനാണ്. കാരണം ഇവിടെ എറണാകുളത്ത് ഒരുവിധം ആൾക്കാർക്ക് ഞങ്ങളുടെ ഫാമിലി നന്നായിട്ട് അറിയാം. ആ ഫാമിലിയിലെ അച്ഛൻ ഇങ്ങനെ വർക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സ്വത്ത് വിറ്റ് വേണമെങ്കിൽ ജീവിക്കാവുന്ന ഒരാളാണ്. പക്ഷെ ഇല്ല, അച്ഛൻ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക്. അതേപോലെ എൻ്റെ ഹാർഡ് വർക്കിൽ ഞാൻ വാങ്ങിച്ച സ്ഥലം കണ്ണൂരാണ് എന്നുള്ളത് എനിക്ക് സന്തോഷം, വേറെ ഒരിതിലും. അപ്പൊ അവിടെ ഞാൻ വീട് വെക്കുന്നത് കുഞ്ഞുമോക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ആളുകളുടെ മുന്നിൽ ഇതാ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയണം. അതിന് സമയം എടുക്കും. അപ്പൊ അതിന് സമയം എടുക്കുന്നതിനോടൊപ്പം തന്നെ എന്റെ എഫേർട്സ് എത്ര ഡബിൾ ആയാൽ അല്ലെങ്കിൽ എത്ര മൾട്ടിഫോൾഡ് ആയാലാണ് എനിക്ക് കുഞ്ഞുമോളുടെ സ്വപ്നങ്ങൾ നാളത്തേക്ക് ആഗ്രഹിച്ചത് ഇന്നെത്തിച്ചേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക. കാരണം ഞാൻ ജീവിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഇൻ ദ റേസ് ഓഫ് ലൈഫ് ദർ ഇസ് നോ ഫിനിഷ് ലൈൻ. ജീവിതത്തിൽ ഫിനിഷ് ലൈൻ ഇല്ല. നാളെ എന്താണോ ചെയ്യാൻ പറ്റുക അത് ഇന്ന് ചെയ്യണം എന്ന് വാശി പിടിച്ചൊരു ഭരണാധികാരിയാണ് അദ്ദേഹം. അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ BBC ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയും സ്പീഡ് കാണിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രജകൾക്ക് നാളെ നല്ലൊരു ദിവസം ഞാൻ സമ്മാനിക്കാം എന്നുള്ളത് എനിക്ക് നാളെയല്ല, എനിക്ക് ഇന്നാണ് കൊടുക്കേണ്ടത്. അതേപോലെ ആ നാട്ടിൽ നിന്ന് ഞാൻ പഠിച്ചത്, അദ്ദേഹത്തിന്റെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ മക്കൾക്ക് നാളെ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇല്ല, അത് ഇന്ന് വേണം, ഒരുക്കി വെച്ചിരിക്കും, ഇന്ന് വേണം. എന്റെ മോക്ക് ഫുട്ബോളേഴ്സിന്റെ കൂടെ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അവരുടെ കൂടെ ഒരു ദിവാലി പാർട്ടി വരും. അപ്പൊ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ മക്കൾക്കും എൻ്റെ കുഞ്ഞുമൊക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ ചേച്ചിക്കും അവർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ആലോചിക്കൂ. അവരെനിക്ക് എന്ത് തന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. അവർ തരുന്നുണ്ട്, എനിക്ക് ഒത്തിരി സ്നേഹം തരുന്നുണ്ട്. കുഞ്ഞുമോ ഭർത്താവ് എന്നുള്ള സ്ഥാനം തരുന്നുണ്ട്, സ്നേഹം തരുന്നുണ്ട്. എൻ്റെ മകൾ എനിക്ക് ആ 2 നേരത്തില് ഒരിക്കൽ ഞാൻ ആഹാരം കൊടുത്തപ്പോഴും ഇന്നലെ എനിക്ക് ആഹാരം തന്നപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്ത ആ ഒരു താങ്ക്സിൽ മാത്രമാണ്. എൻ്റെ മോന് അവന് റൊണാൾഡോവിന്റെ ജേഴ്സിയാണ് ഇഷ്ടം, നമ്പർ 7 വേണം, ഓക്കെ, അവന് ആ ജേഴ്സി വേണം. ഫുട്ബോൾ വേണം, ഓക്കെ. റോബോട്ടിക്സ് വേണം. അവൻ എന്താണ് എത്തിക്കാനുള്ളത് അത് ഞാൻ ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഞാൻ എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ച് അച്ഛൻ ലൈഫ് മുഴുവനും അച്ഛന് യൂണിഫോമിന് കിട്ടുന്ന തുണി എനിക്ക് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് നീ ഇത് തെച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് തരുന്ന അച്ഛൻ, 1 വർഷം കൂടെ അച്ഛൻ പഴയ യൂണിഫോം യൂസ് ചെയ്തിട്ട് ആ പുതിയ ക്ലോത്ത് എനിക്ക് തരുന്ന അച്ഛന്, ആ അച്ഛൻ്റെ മകനാവണം ഞാൻ. എൻ്റെ മകന് ഞാൻ അങ്ങനെ ഒരു അച്ഛനാവണം. അവർ വളർന്നു വരുമ്പോൾ അവർ കാണണം, ഓ ഇങ്ങനെയാണല്ലേ അച്ഛൻ ഉണ്ടാവണ്ടേ, ഓ ഇങ്ങനെയാണല്ലേ അമ്മ ഉണ്ടാവണ്ടേ എന്നല്ലേ അവർ പഠിക്കട്ടെ. ഇന്ന് സൊസൈറ്റി കാണിക്കുന്നത് എന്ത് മണ്ടത്തരാണ്. ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരാൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് അയാൾ പറയാം, അടുത്ത ആഴ്ച ഞാൻ ഗൾഫിൽ പോവുക എന്ന് പറഞ്ഞ് ആടിയാണെങ്കിൽ നിന്ന് ഫുൾ ഫിറ്റാണ്. ഞാൻ പറഞ്ഞു, മോനെ നീ ചെന്ന് കഴിഞ്ഞിട്ട് ഇത്രയും അവിടെ അടിക്കരുത്, കാരണം നല്ല പൈസ പോകും. അത്രയ്ക്ക് അടിച്ചിട്ടാണ്. ഇപ്പോൾ മക്കള് they take pride in saying that, oh, I went for a rave party, my mom likes it.
എന്ത് ജാടയത്, ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? അവിടെയും ഞാൻ പിന്നെയും പറയും, ഈന്റെ പൊഴുതൻ പെരുത് വക്കം തൻ മകൻ സാൻട്രോളിന്റെ കേട്ടതാ. എന്റെ മകൻ നല്ലവനാണ് എന്ന് കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നതാണ് ഒരു അമ്മ. അല്ലാതെ കുടിച്ച് കൂത്താടി റോഡ് സൈഡിൽ ചെന്ന് അവിടെ തോന്നിയ മാസം കാണിച്ച് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നതല്ല വേണ്ട. അപ്പൊ അവിടെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ആസ് എ പേഴ്സൺ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം ഞാൻ ചെയ്തിരിക്കും. അച്ഛൻ എന്നുള്ള റോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് അല്ലേ, വേറെ ശരിയല്ലേ? level. ആ brand ഞാനതാ വേറെ പറഞ്ഞ level. നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ഭർത്താവാണ്, അതെ, നല്ലൊരു അദ്ദേഹത്തിന് പറഞ്ഞിട്ട് മതി വരുന്നില്ല. സത്യം പറഞ്ഞാല് ഞാനേ ഒരു ഇന്റർവ്യൂല് ഏട്ടൻ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്ന അല്ല, ഇന്ന് സത്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ക്രിസ് പലപ്പോഴും ഇരിക്കുന്ന ആരുടെ മുന്നിലാണോ ഇരിക്കുന്നത്, ഒരുപാട് ആങ്കേഴ്സ് വന്ന് സംസാരിക്കും. പക്ഷെ ക്രിസിന്റെ ഒരു 25 വർഷം മുമ്പുള്ള ക്രിസിനെ അറിയുന്ന ഒരാളാണ് ഇന്ന് മുന്നിലിരിക്കുന്ന ഞാൻ. എനിക്ക് ആ ക്രിസിനെ അറിയാം. പിന്നെ ക്രിസ് കടന്നു വന്ന വഴികൾ കുറെ അറിയാം. പിന്നെ എവിടെയോ നമ്മൾ കാണാതായി, ബ്രേക്കായി. കാരണം ക്രിസ് ഇവിടുന്ന് ദുബായിലേക്ക് പോയ ശേഷം പിന്നെ നമ്മൾ ആരും കാണുന്നില്ല. പിന്നീട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ വേദനിക്കുന്ന കാര്യങ്ങളാണ്. സ്നേഹമില്ലാത്തൊരു കമ്പാനിയൻ ആയിരുന്നില്ല ക്രിസിന്റെ അവിടെയും. സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ ചില സ്നേഹം മാത്രം ഉണ്ടായി ജീവിക്കാൻ പറ്റില്ലല്ലോ ക്രിസ്. സ്നേഹിച്ചതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഇത് ഇരിക്കുന്നത് എന്റെ കുഞ്ഞുമോളാണെങ്കിലും ഇത് ദിവ്യ ക്രിസ് അല്ല, ഇത് ദിവ്യ ശ്രീധറാണ്. അതെ, ആ വ്യക്തിയെ വ്യക്തിയായി തന്നെ കാണുക. എങ്ങനെയാണോ തങ്കമ്മയ്ക്ക് ജനിച്ച മകൾ, ശ്രീധരൻ ജനിച്ച മകൾ എങ്ങനെയാണോ അവരുടെ മകളായിട്ട് ജീവിതകാലം മുഴുവനും ഉണ്ടാവേണ്ടത്, അങ്ങനെ തന്നെ ഉണ്ടാവണം. അവർക്ക് ഒരിക്കലും ഒരു കുറവുണ്ടാവരുത്. ഞാൻ കാരണം അവരുടെ മകളെ തട്ടിപ്പറിച്ചു എന്നുള്ള പേര് വരരുത്. സതീശന് നല്ലൊരു പെങ്ങളായിട്ട് എന്നും കൂടെ ഉണ്ടാവണം, അതിനും ഞാൻ കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഇൻഡിവിജ്വാലിറ്റി എത്രത്തോളം കാലം നിലനിർത്താൻ പറ്റും. എന്റെ മക്കൾക്ക് സതീഷ് മാമൻ എന്ന് പറയുമ്പം അവർക്ക് അഭിമാനം ഉണ്ടാവണം, അതിന് ഞാൻ കൂടെ ഉണ്ടാവണം. അല്ലാതെ ഞാൻ കുഞ്ഞുമോളോട് നിന്റെ ആങ്ങളെ കണ്ടോ എന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന ഒരു ശരാശരി നമ്മുടെ നാട്ടിൽ കാണുന്ന വെറും ഒരു മലയാളി ഭർത്താവാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്റെ ഭാര്യയുടെ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ജീവിച്ചതും ഓണത്തിന് ഒരുമിച്ച് പൂ പറിക്കാൻ പോയതും ഒരുമിച്ച് ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങിച്ച് കഴിച്ചതുമാണ്. ഞങ്ങളിപ്പോൾ ഓണത്തിന്റെ ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഫാമിലിയായിട്ട് എഴുതാം. എന്നിട്ട് എൻ്റെ മക്കളോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഓണം എന്താണ്, കുഞ്ഞുമോളോട് ചോദിച്ചു ഓണം എന്താണ്. അങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ട് ഫ്രം മൈ ഫാമിലി എന്നാണ് ആ ആർട്ടിക്കിൾ എഴുതിയത്. അതുപോലും ഒരുമിച്ചാണ്. ഈ ഇന്റർവ്യൂവിന് ക്രിസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഇതിന്റെ ഈ ഷോയുടെ പുറകിൽ പ്രവർത്തിക്കുന്നവർ, ഡയറക്ടറും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ക്രിസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ക്രിസും ദിവ്യ ഉണ്ടാവും, ചേച്ചിയല്ലേ ഇന്റർവ്യൂ ചെയ്യുന്നത്, ക്രിസും ദിവ്യ ഉണ്ടാവും. നമ്മൾ വളരെ നല്ല കാര്യം. നമുക്ക് കാരണം അതൊരു റൈറ്റ് കോമ്പിനേഷൻ ആണ്. ഇപ്പൊ ക്രിസ് മാത്രം പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ദിവ്യയെ പറ്റി അറിയാൻ പറ്റില്ല. ദിവ്യ മാത്രം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ക്രിസിന്റെ അറിയാൻ പറ്റില്ല. ഈ ഒരു വ്യത്യസ്തതയാണ് നിങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത്. ഈ അടുത്ത കാലത്ത് കുഞ്ഞുമോള് സംസാരിച്ച എന്നെ കുറിച്ച് മാത്രവും, ഞാൻ സംസാരിച്ച കുഞ്ഞുമോളെ കുറിച്ച് അല്ല ഞാൻ കുറെ വീഡിയോസ് കണ്ടു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങൾ ഒരുമിച്ചിരുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങൾ എങ്ങനെ ഒരുമിച്ചു, ആ ഒരുമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭംഗിയെക്കുറിച്ചും. ഇതൊരു സൗന്ദര്യമാണല്ലോ, ആ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടു പോകാനും പറ്റും. നമ്മൾ നമ്മുടെ പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ടായാലേ നമുക്കത് ചുറ്റും കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ആ ഒരു പോസിറ്റിവിറ്റി കുടുംബത്തിനകത്തും പുറത്തും ഒക്കെ നിങ്ങൾ നിറച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മളോട് പറയും ചെയ്തല്ലേ, നിങ്ങളെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ഇന്നലെ ഗുരുവായൂർ അവിടുന്ന് കൊറേ ആൾക്കാർ, ഒരാൾ പോലും നമ്മളെ അടുത്ത് വരാറുണ്ടില്ല, നമ്മളെ കെട്ടിപ്പിടിക്കുക, ഉമ്മ തരിക. അയ്യോ, ഒരു വയസ്സായ ലേഡി ഇന്ന് രാവിലെ രണ്ടമ്മ കുഞ്ഞുമോളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അവര് കൈ പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷം നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ച. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്റെ ജീവിതവും ദിവ്യയുടെ ജീവിതം പോലെയാണ്. അപ്പൊ അവര് പറയാതെ പറയുന്നത് അവരുടെ കണ്ണിൽ വായിക്കാൻ സാധിക്കും. അവിടെ ഒരു പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് അവർ സന്തോഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്കൊരു ജീവിതം വന്നതായിരിക്കാം. ഏതായാലും നല്ലത്. അങ്ങനെയല്ലേ ക്രിസ്, നമ്മൾ പലപ്പോഴും നമ്മൾ സിനിമ കാണുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും ഒക്കെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ അൺനോയിങ്ലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഹസ്ബൻഡും വൈഫും ജീവിക്കുന്ന കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും. ഇതാണ് ജീവിതം. നല്ല മനസ്സുള്ളവര് അല്ല, നല്ല മനസ്സുള്ളവര് കാണുമ്പോ അല്ല, നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്, വീഡിയോസ് ഒക്കെ കാണലുണ്ട്. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന കാണുമ്പോൾ ചെറിയൊരു അസൂയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ സ്നേഹിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അസൂയ വന്നു, പക്ഷെ ആ അസൂയ തെറി പറയാനാണ്. അസൂയ വന്നാലും ഈ പറഞ്ഞതുപോലെ അത്
വേറൊരു തലത്തിലേക്ക് പോകരുത്, അതൊരു നന്നായി ഇരിക്കട്ടെ എന്ന് മനസ്സിൽ എന്റെ 2 കരുതിക്കൊണ്ടായിരിക്കണം. അമ്മമാര് വന്ന് കരഞ്ഞു, ഏട്ടനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരഞ്ഞിട്ട്, എന്തിനാ മക്കളെ നിങ്ങൾ പിരിയുന്നു, നിങ്ങൾ പിരിയല്ലേ. ഓ, അത് അങ്ങനെയൊക്കെ അറിയില്ല, പറയണ്ടോ? അതങ്ങനെ യൂട്യൂബില്. അമ്മമാർക്ക് ടെൻഷൻ, നല്ല പ്രായമുണ്ട്. യൂട്യൂബില് ക്യാപ്ഷൻ ഇടുന്നത് ഇവർ നിങ്ങൾ പിരിയല്ലേ, Thumbnail ഒരിക്കലും വരുന്നത് പിരിയല്ലേ. അതൊക്കെ. ഞാൻ അയ്യോ നമ്മൾ പിരിയില്ല, അത് ആരോ എഴുതി വെച്ചതാണ്. ചേട്ടൻ കരഞ്ഞു അവര് വന്നിട്ട്. അപ്പൊ ആ പോസിറ്റിവിറ്റിയാണ്. ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല, അതിന്റെ ഇടയിൽ പുതിയ കഥകൾ അത് കഥകൾ വന്നു. ഞാൻ പറഞ്ഞത് ഡാൻസിന്റെ കാര്യമാണ്, ഞാൻ ഇങ്ങനെ പോയത്. എനിക്കൊരു മെസ്സേജ്, ഇത്ര ലെങ്ത്തിൽ ഒരു മെസ്സേജ്, ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അറിയുന്ന ആളാണ്, ഞാൻ അറിയുന്ന ആളാണ്, എല്ലാവർക്കും അറിയാം. ആ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഡാൻസ്, അറിയില്ല. ഞാൻ മോഹിനിയാട്ടം അല്ല കളിച്ചത്, സെമി ക്ലാസിക്കൽ ആണ് കളിച്ചത്. രജനി ടീച്ചറാണ് പഠിപ്പിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞു, മോഹിനിയാട്ടം അല്ല ദിവ്യ, ഫസ്റ്റ് ടൈം അല്ലേ കളിക്കുന്നത്. അപ്പൊ മോഹിനിയാട്ടത്തിൽ അത് ചെയ്യാൻ പാടാണ്. എന്നുവെച്ചാൽ എനിക്ക് മുട്ട് നല്ല വേദനയാണ്, എനിക്ക് ബോഡി നല്ല പെയിനാണ്, അറിയാൻ വേണ്ട, ഒന്ന് തൊട്ടാൽ പോലും വേദന എടുക്കുന്ന ഒരു ശരീരമാണ് എൻ്റെത്. അപ്പൊ മക്കൾ പോലും എന്നെ പറയാം, തൊടാൻ പോലും പറ്റൂല, നമുക്ക് വേദനയാണ്. അത്രയും സമയം അരമണ്ഡലത്തിൽ അപ്പൊ എനിക്ക് പറ്റൂല അത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, സെമി ക്ലാസിക്കൽ ആയിട്ട് നമുക്ക് കളിക്കാം, ആഗ്രഹമല്ലേ. ഞാൻ പറഞ്ഞു, എന്റെ ആഗ്രഹമാണ്, ഇത് മതി എനിക്ക്, ഇത് ഏട്ടന് കൊടുക്കാം, ഒരു ഗിഫ്റ്റ്, കണ്ണന്റെ മുമ്പിൽ കൊടുക്കാൻ എനിക്കൊരു ഗിഫ്റ്റ്, അത് മതി. അതില് എനിക്കത് തെറ്റ് പറ്റുമോ ഒന്നും ഞാൻ നോക്കുന്നില്ല, ആളെന്ത് പറയോ ഒന്നും ഞാൻ നോക്കുന്നില്ല, എനിക്കത് ചെയ്താൽ മതി. എന്റെ ആഗ്രഹത്തിന് ഞാൻ ചെയ്തു, ഞാൻ തൃപ്തയാണ്, ഏട്ടൻ തൃപ്തനാണ്. ഏട്ടന്റെ അച്ഛനമ്മ അവര് ഫുൾ സപ്പോർട്ടാണ്, നന്നായി കളിച്ചു. മീഡിയക്കാര് അവര് പോലും പറഞ്ഞത്, നീ വൃത്തി കളിക്കണേന്ന് പറഞ്ഞിട്ട് അവര് പോലും എന്നെ ഹഗ് ചെയ്തു. എന്നെ ബിന്ദു ടീച്ചർ വന്ന് എന്നെ ഹഗ് ചെയ്തു, നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, അതുകൂടെ അല്ല, ഞാൻ ഒരിക്കലും ഫസ്റ്റ് ടൈം കളിക്കുന്നതാണ്, അല്ലാണ്ട് എനിക്ക് കളിക്കാൻ അറിയില്ല. ഇതൊക്കെ സന്തോഷിച്ച് ഞാൻ റൂമിലെത്തുമ്പം വാട്സപ്പ് നോക്കുമ്പോ ഇത്ര ലെങ്ത്തിൽ മെസ്സേജ്, മോഹിനിയാട്ടത്തിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഇതിന് എന്താ നീ കളിച്ച ഡാൻസിന്റെ പേരെന്താ പറയണ്ട്, മോഹിനിയാട്ടം നീ എന്താ കാണിച്ചു കൂട്ടിയത്, നിനക്ക് പ്രാക്ടീസ് ചെയ്താൽ നന്നായി കളിക്കാൻ പറ്റും, നീ പ്രാക്ടീസ് ചെയ്ത് കളിക്കുക, അല്ലാണ്ട് ധൃതി പിടിച്ച് ഇങ്ങനെയൊന്നും ആളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ആരാണ് മറ്റേ മിയ ചെയ്തതുപോലെ ആളെ കൊണ്ട് പറയിപ്പിക്കല്ലേ എന്നൊക്കെ. എന്തിനെ കമ്പയർ ചെയ്യുന്ന ആവശ്യം? മിയ ചെയ്തത് മിയ പഠിച്ചത് മിയ ചെയ്തു, ഞാൻ പഠിച്ചത് ഞാൻ ചെയ്തു, കമ്പയർ ചെയ്യേണ്ട ആവശ്യം എന്താണ് അവിടെ? ഞാൻ പറയുന്നത് ഞാൻ പഠിച്ചില്ല, മോഹിനിയാട്ടം അല്ല കളിച്ചത്, അതൊരു ഡാൻസ് ടീച്ചറാണ്. എനിക്ക് മനസ്സിലായി, പറയണ്ട ഇനി. കുത്തുവാക്ക് നല്ലതുപോലും അല്ല, നീ ട്രൈ ചെയ്തല്ലോ, ഇങ്ങനെ ഒരു കൊടുത്തൽ ഗിഫ്റ്റ്, അത്രയും ഞാൻ യൂട്യൂബേഴ്സിനോട് മൊത്തം ഞാൻ പറയുന്നത്. പോളിസി നേരെ തിരിച്ചാണ്. തിരുക്കുറളില് അതിൽ പറയുന്നുണ്ട്, ഇന്നാ ചെയ്താരെ ഒരുത്തൽ അവനാണ് നന്നയം ചെയ്ത് വിടൽ. ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറെ നല്ലത് ചെയ്യാം, അവര് നാണം കെട്ട് പോണം, ഇവർക്കാണല്ലോ ഞാൻ ദ്രോഹം ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മെസ്സേജ് ആയിരുന്നു. അതാണ് സപ്പോർട്ട് മീൻസ് കുഴപ്പമുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്, നീ പഠിക്കണം എന്തെങ്കിലും, അതല്ലാണ്ട് നീയെ പോലെ ആളെ കൊണ്ട് പറയിപ്പിക്കല്ലേ നീ. ഞാൻ ആരും പറയിപ്പിക്കാനല്ല, എന്റെ ആഗ്രഹമാണ് ഞാൻ ചെയ്തത്. ഞങ്ങൾക്ക് കണ്ണൂർ ചെന്ന് കഴിഞ്ഞാല് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ് ജഗ്ഗുവും സന്ധ്യയും, കുഞ്ഞുമോളുടെ ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട്സ്. അപ്പോ സന്ധ്യ ഒരു ഡാൻസ് ടീച്ചറാണ്. അവര് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്ന ഗ്രേസ് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവര് വന്നിട്ട് നീ നന്നായിട്ട് കളിച്ചു എന്ന് പറയുമ്പം ആ ഗുരുവിന് എനിക്ക് റെസ്പെക്റ്റ് ആണ്. കാരണം നീ എൻ്റെ അടുത്ത് പഠിച്ചില്ല, അതുകൊണ്ട് നീ മോശമായിട്ടാണ് കളിച്ചത് എന്ന് പറയുന്ന വളരെ ചീപ്പായിട്ടുള്ള യൂത്ത് ഫെസ്റ്റിവൽ ഗുരുക്കന്മാരല്ല. അല്ല, ഈ ആർട്ട് എന്ന് പറയുന്ന, കല എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ് അല്ലേ? അപ്പൊ ആ എക്സ്പ്രഷനിൽ ഈ ചാക്യാര് എക്സ്പ്രഷൻ ആയിരുന്നു അത്. അല്ല, മത്സരത്തിന് ഒന്നിനും അല്ലേ എന്റെ ആഗ്രഹം, എന്റെ ഏട്ടന് കൊടുക്കുന്ന ചാക്യാര് കളിയാക്കുന്നത് വരെ ഓട്ടംതുള്ളൽ വന്നിട്ട് എന്റെ മോളും എല്ലാരും സപ്പം, അമ്മ കളിച്ചില്ലേ, ഇത്ര കളിച്ചില്ലേ, അമ്മ ആര് പറയുന്നേന്ന് നോക്കണ്ട, അമ്മ ഇത്രയെങ്കിലും കളിച്ചില്ലേ, അമ്മ ഫസ്റ്റ് ടൈം ആണെന്ന് ആലോചിക്കണം. ചെറിയൊരു പ്രാക്ടീസ് കൊണ്ട് അമ്മ എടുത്തതാണിത്. അപ്പൊ അമ്മ അഭിമാനിക്കമ്മേ, നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് അഭിമാനിക്കുന്നതായിട്ട് ലൈവായിട്ടായിട്ടും കേട്ടോണ്ടിരിക്കുന്നു. ദിവ്യ, എനിക്ക് തോന്നുന്നു നമ്മളിത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണേ. ക്രിസ്റ്റിനോട് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തീരില്ല. ഏതായാലും നമുക്ക് ഇത് ഈ ഒരു ഡിസ്കഷൻ ഇപ്പൊ തൽക്കാലം അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ എന്ന ക്രിസ്റ്റിനെയും ദിവ്യ, ഈ രണ്ട് കുഞ്ഞുമോൾ എന്ന ദിവ്യയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇവരുടെ ഉള്ളിൽ എന്തായിരുന്നു, ഇവർ കടന്നു വന്ന വഴികൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. കുറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ്, എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവും നമുക്ക് കുറ്റപ്പെടുത്താൻ. പക്ഷെ ശരി കണ്ടുപിടിക്കാനും ഒരു മനസ്സ് വേണം, അതിന് തുറന്നൊരു മനസ്സ് വേണം. തുറന്നു വിടുന്ന തരത്തിലുള്ള മനസ്സിൽ നന്മയും സ്നേഹവും വേണം. അങ്ങനെ നന്മയും സ്നേഹവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ എഫേർട്ട് അവർ ചെയ്യുന്നു. ഇപ്പൊ അവരുടെ നൃത്തമായാലും അവരുടെ മറ്റു കാര്യങ്ങളായാലും, ഇപ്പൊ അഭിനയം പഠിക്കാനായിട്ട് വരുമ്പോൾ അഭിനയം എല്ലാം പഠിച്ചിട്ട് വന്നവർ മാത്രമല്ലല്ലോ ഇവിടെ അഭിനയിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും മനസ്സോട് കൂടി മനസ്സർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ
തീർച്ചയായും അതിനൊരു ഭംഗി വരും തന്നെ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു എപ്പിസോഡിൽ രണ്ടുപേരുടെയും മനസ്സ് തുറന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ക്യാമറ ഓഫ് ചെയ്താലും നമുക്ക് ഇനിയും പറയാനുണ്ടാവും. കുറേ ദിവസങ്ങൾ നാളുകൾ കൂടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് സന്തോഷം. ഇനി നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാലം സന്തോഷത്തോട് സ്നേഹത്തോടു കൂടി രണ്ട് മക്കളോടുകൂടി കുടുംബത്തോട് അച്ഛനും അമ്മയും സഹോദരങ്ങളും മക്കളും ഒക്കെ നന്നായിരിക്കട്ടെ. ഇതുപോലെ ഇനിയും പോസിറ്റിവിറ്റി സമൂഹത്തിനും ചുറ്റുമുള്ളവർക്കും കൊടുക്കൂ. നിങ്ങളെ വെറുക്കുന്നവരെ കൂടി സ്നേഹിക്കാൻ പറ്റുന്നു, അത് തന്നെയാണ് വലിയ കാര്യം. നന്മകൾ നേരുക. താങ്ക് യു.